ഒരു ബിസിനസ് ഏറ്റെടുത്ത് വളരെ ആത്മാർത്ഥതയോട് ഈ ഏറ്റെടുത്ത ആൾക്കാരാണ് ഈ സൂം പ്രോഗ്രാമിൽ എത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ പുതിയ ആൾക്കാരുണ്ടാവാം. എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് എല്ലാ ശുഭകാര്യങ്ങളും ആരംഭിക്കും ഒരു പ്രാർത്ഥനയോടെ, പ്രകൃതി ശക്തിയോട് ഒരു പ്രാർത്ഥന നടത്തിക്കൊണ്ട് നമുക്ക് ഇന്നത്തെ ഒരു സൂം പ്രോഗ്രാം ആരംഭിക്കാം. ഓക്കെ, നമ്മള് ഈ ഒരു സൂം പ്രോഗ്രാമില് ഈ സുപ്രഭാതത്തിൽ തന്നെ പങ്കെടുക്കുന്നത് എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ ആയിത്തീരണം എന്ന വലിയ ആഗ്രഹത്തിലാണ്. ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എന്റെ പേര് പവിത്രൻ, വടകരക്കടുത്ത് പുറമേരിയാണ് സ്വദേശി. ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഏകദേശം 2 വർഷത്തോളായി. വളരെ ആത്മാർത്ഥതയോടെ നമ്മള് സ്റ്റിക്ക് ഓൺ ചെയ്ത് നിന്നുകൊണ്ട് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നമുക്ക് വിജയിക്കാൻ സാധിക്കുമെന്ന വിശ്വാസത്തിൽ വളരെ ആത്മാർത്ഥതയോടെ ഏറ്റെടുത്തു. ഈ ഒരു പ്രൊഡക്റ്റിൽ കിട്ടിയ റിസൾട്ടാണ് എന്നെ ഈ ഒരു സൂം പ്രോഗ്രാമിലും അതുപോലെ തന്നെ ഈ ബയോട്ടോർ എന്ന കമ്പനിയുമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ പ്രവർത്തിക്കാൻ ഞാൻ തീരുമാനിച്ചത്. എന്നെ ഈ ഒരു പ്രൊജക്ട് പരിചയപ്പെടുത്തിയത് എന്റെ സ്വദേശത്തുള്ള ചന്ദ്രൻ മാഷാണ്. ചന്ദ്രൻ മാഷ എന്നെ വിളിച്ചു, ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഉണ്ട്, മാഗ്നറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അസുഖങ്ങൾ മാറുമെന്ന് ഉള്ള ഒരു വോയിസ് മെസ്സേജ് മാത്രം ഇട്ടു ഒരു വീഡിയോ, ഇന്ത്യയിലുള്ള ഒരു വീഡിയോ എനിക്ക് ഇട്ടു വന്നു. എല്ലാവരും ചിന്തിക്കുന്ന പോലെ തന്നെ ഇതൊരു തമാശയായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇങ്ങനെയാണെങ്കിൽ എന്തിനാണ് ഒരു ഡോക്ടർ, ഒരു ഹോസ്പിറ്റലൊക്കെ ഇത് ഉപയോഗിച്ചാൽ പോരെ എന്ന് ചിന്തിച്ച് പക്ഷെ എനിക്ക് ഇട്ട് തന്ന ആളോടുള്ള ഒരു വിശ്വാസം കൊണ്ട് ഞാനത് ഒന്ന് വാച്ച് ചെയ്തു. കോഴിക്കോട് നടക്കുന്ന BOP സെന്റർ വെറുതെ ഒന്ന് കയറി നോക്കി. അപ്പം കാര്യങ്ങൾ ഇത് വളരെ സയന്റിഫിക് ആണ്, ശാസ്ത്രീയപരമാണ് എന്നൊക്കെ മനസ്സിലാക്കി. അങ്ങനെ ഒരു 3-4 മാസത്തിന് ശേഷം ഞാൻ ഈ പ്രൊഡക്റ്റ് വാങ്ങുക. അങ്ങനെ വാങ്ങി ഉപയോഗിച്ച് എനിക്കുണ്ടായിരുന്ന ഒരു നടുവേദനയ്ക്ക് ഒരു റിസൾട്ട് കിട്ടി. അപ്പൊ ഇതൊരു റിസൾട്ട് ഓറിയന്റഡ് പ്രൊഡക്റ്റ് ആണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ചിന്തിച്ചു, ഈ ഒരു പ്രൊഡക്റ്റിനെ പറ്റി നമ്മൾ മറ്റാരോടും പറഞ്ഞില്ലെങ്കിൽ അതൊരു വലിയ തെറ്റായിരിക്കും എന്ന് മനസ്സിലാക്കി. എല്ലാവർക്കും ഉറക്കം കിട്ടി, എനിക്കും അതുപോലെ തന്നെ നല്ല ഉറക്കമൊക്കെ കിട്ടി. ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോ ഞാൻ ചിന്തിച്ചു, ഇത് എന്റെ വീട്ടിന്റെ പരിസരത്ത് ആൾക്കാരോട് ഇത് പറഞ്ഞില്ലെങ്കിൽ അതൊരു വലിയ തെറ്റായിരിക്കും എന്ന് മനസ്സിലാക്കിയപ്പോ ഞാനിത് എങ്ങനെ പറയും? ഞാൻ ഇതുവരെ ഒരു ബിസിനസ്സോ അങ്ങനെയുള്ള ഈ കാര്യങ്ങളോ ചെയ്തിട്ടില്ല. പക്ഷെ എന്തായാലും ഇത് പറയണം. ഒരു അത്യാഹിതം ഒരു വീടിന്റെ പരിസരത്ത് വരുമ്പോ നമുക്ക് അവരോട് ഇത് പറഞ്ഞില്ലല്ലോ എന്ന് കുറ്റബോധം ഉണ്ടാവരുത് എന്ന് എന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇത് ആദ്യമായിട്ട് പറയാൻ സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ പറഞ്ഞു. കുറെ ആൾക്കാർ, അതായത് നമ്മളെ ബന്ധുക്കളും തൊട്ടടുത്ത ആൾക്കാരൊന്നും ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങാനും തയ്യാറില്ല. പക്ഷെ ഞാനും മിനി സാറ് എന്റെ കൂടെ വന്നു. അങ്ങനെ മിനി സാർ പലപ്പോഴും പറയാറുണ്ട്, എന്റെ നാട്ടില് ഞാൻ നോട്ടീസ് അടിച്ച് പത്രങ്ങളിൽ കൊടുത്ത് ഏകദേശം 1000-ഓളം നോട്ടീസ് ഞങ്ങൾ അടിച്ചു, പത്രങ്ങൾ കൊടുത്തു. അങ്ങനെ ആദ്യമായിട്ട് ഞങ്ങളുടെ നാട്ടില് വലിയൊരു എല്ലാ വീടാന്തരം കയറി ഇറങ്ങി ഇത് അറിയാത്ത ആരും ഉണ്ടാവരുത് എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധി ഉള്ളത് കൊണ്ട് തന്നെ ഒരു 200 പേരിന്റെ അടുത്ത് 180 ആളോളം രജിസ്റ്റർ ചെയ്ത വലിയൊരു പ്രോഗ്രാം മനോജ് സാറ് പങ്കെടുത്ത ഒരു പ്രോഗ്രാമാണ്. ആ പ്രോഗ്രാമിനെ മിനി സാർ വെല്ലുവിളിക്കാറുണ്ട്, ഇതിനെ ബ്രേക്ക് ചെയ്യാൻ ഒരു ഗ്രാമപ്രദേശത്ത് ഇങ്ങനെ ഒരു പ്രോഗ്രാം ഇന്ന് വരെ നടന്നിട്ടില്ല എന്നുള്ളതാണ്. BOP സെന്ററുകൾ 100-200 പേരൊക്കെ പങ്കെടുക്കുന്ന BOP സെന്ററുകൾ ഉണ്ടാകാറുണ്ട്. പക്ഷെ ഒരു ഗ്രാമപ്രദേശത്ത് ഇങ്ങനെയൊന്നും നടത്തിക്കൊണ്ടാണ് ഞങ്ങളുടെ ഈ പ്ലാറ്റ്ഫോമിലേക്കുള്ള കടന്നു വരും. അന്ന് മനോജ് സാറ് എന്റെ വീട്ടിൽ താമസിക്കാനും ഞങ്ങളൊക്കെ വീട് സന്ദർശിക്കാനുള്ള അവസരം ഉണ്ടായതൊരു വലിയൊരു സൗഭാഗ്യമായിട്ട് ഞങ്ങൾ ഇപ്പോഴും കരുതുകയാണ്. അപ്പോ ഞാൻ ഇന്ന് ഈ ഒരു MC ഏറ്റെടുത്ത് നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് സംസാരിക്കുന്നത് നമ്മുടെ ഗ്രേറ്റ് ലീഡർ ആയിട്ടുള്ള മിനി സാറാണ്. മിനി സാറെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങളൊക്കെ പോലെ ഒരു ചെറുപ്പക്കാരനാണ്, വളരെ പ്രായം കുറഞ്ഞൊരു വ്യക്തിയാണ് നമ്മൾ ഈ ഒരു പ്ലാറ്റ്ഫോമിനെ സംബന്ധിച്ചിടത്തോളം. അദ്ദേഹം ഗൾഫില് ഫൈനാൻസ് മാനേജർ, 3ഓളം കമ്പനികളുടെ ഫൈനാൻസ് മാനേജറായി വർക്ക് ചെയ്തു. അതിൽ ഏകദേശം എനിക്ക് തോന്നുന്നത് 2 lakh above സാലറി വാങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഒരു പ്രൊജക്ട് ഏറ്റെടുക്കുന്നത്. അദ്ദേഹം ഇത് ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ ഒരു പ്രൊജക്റ്റില് വളരെ ആത്മാർത്ഥതയോടെ ഏറ്റെടുത്താൽ വലിയ വിജയങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും
എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോ ഈ മാഗ്നറ്റോ തെറാപ്പിയിൽ ഡിപ്ലോമ എടുത്തിട്ടുള്ള വ്യക്തിയാണ്. ഇന്ന് കേരളത്തിൽ എനിക്ക് തോന്നുന്നത് അപൂർവം ചിലരിൽ ഒരാൾ മാത്രമായിരിക്കും, നമ്മൾ അറിയാത്ത ആരെങ്കിലും ഡിപ്ലോമ എടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മളെ പ്ലാറ്റ്ഫോമിൽ ഇത്ര അധികം മാഗ്നറ്റോ തെറാപ്പി എന്ന സിസ്റ്റത്തെ പറ്റി പഠിച്ചിട്ടുള്ള ആള് വേറെ ഇല്ല. അത് അദ്ദേഹത്തിന്റെ ഒരു എഫേർട്ടാണ്. ആ എഫേർട്ട് അതുപോലെ തന്നെ മൾട്ടി ലെവൽ മാർക്കറ്റിംഗിൽ വലിയ എക്സ്പീരിയൻസ് ആണ് അദ്ദേഹം. പലപ്പോഴും നമ്മളെ വാക്കുകളിൽ നമുക്ക് കേൾക്കാൻ സാധിച്ചിട്ടുണ്ട്. അദ്ദേഹമാണ് ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത്. ഈ വിഷയം ഇന്ന് കൈകാര്യം ചെയ്യുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് എങ്ങനെ ടീം ബിൽഡ് ചെയ്യാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ടീം ബിൽഡിംഗ് ആണ് പലർക്കും ഒരു കിറാമുട്ടി ആയിട്ടുള്ളത് അല്ലെ. പലരും കടന്നു വന്നു, ഒരു പ്രൊഡക്റ്റ് ഒക്കെ വാങ്ങി, റിസൾട്ട് കറക്റ്റ് ആണെന്ന് എന്നെപ്പോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കിയപ്പോ ഇത് ആർക്കെങ്കിലും കൊടുക്കണം. പക്ഷെ നമ്മൾ പലപ്പോഴും വിറ്റ് പോകുന്ന രീതിയാണ്. വിറ്റ് പോകുന്ന രീതി എന്ന് പറയുമ്പോൾ ഒരിക്കലും നമ്മൾ വിറ്റ് ഓരോ കസ്റ്റമർക്ക് വിറ്റ് പോകുമ്പോൾ ഒരിക്കലും ടീം ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ടീമാണ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗിൽ വിജയിക്കാൻ വേണ്ടത്. വലിയ അച്ചീവ്മെന്റ് മനോജ് സാർ എടുത്തിട്ടുണ്ട്. അദ്ദേഹം ഒരു ടീം ബിൽഡ് ചെയ്തുകൊണ്ടാണ്. അപ്പൊ നമുക്ക് എങ്ങനെ ടീം ബിൽഡ് ചെയ്യാം, എങ്ങനെ മുന്നോട്ടുള്ള പാതയിൽ അത് എളുപ്പമാക്കാം എന്നുള്ള ഒരു കൺസെപ്റ്റാണ് ഇന്ന് മിനി സാർ സംസാരിക്കുന്നത്. അദ്ദേഹം അതിനെപ്പറ്റി വ്യക്തമായിട്ട് തന്നെ കാര്യങ്ങൾ സംസാരിക്കും. അത് നോട്ട് ചെയ്ത് വെച്ചുകൊണ്ട്, മനസ്സിൽ പതിപ്പിച്ചുകൊണ്ട്, ജീവിതത്തിൽ നമ്മൾ വിജയിക്കാൻ വേണ്ടി വന്നവരാണ്. എല്ലാവരും വിജയിക്കണം. അവർക്ക് അവരുടേതായ പ്രശ്നം, ഓരോരുത്തരുടേതായ പ്രശ്നങ്ങളുണ്ട്. അത് കൈകാര്യം ചെയ്യുന്നത് നമുക്ക് സാമ്പത്തികമായ ഉന്നമനം അനിവാര്യമായ ഒരു ഘടകമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഇന്നത്തെ ഈ ഒരു സെക്ഷൻ വളരെ ശ്രദ്ധാപൂർവം കേട്ട് ഓരോരുത്തർക്കും വലിയ വലിയ ടീമുകൾ ഉണ്ടാവട്ടെ. കേരളത്തിൽ ഏകദേശം 3 കോടിക്ക് പുറത്ത് ജനങ്ങളുണ്ട്. വളരെ ചുരുങ്ങിയ ആൾക്കാരിൽ മാത്രമാണ് ഈ ഒരു പ്രൊഡക്റ്റും എത്തിയിട്ടുള്ളത്. പക്ഷെ എല്ലാ ബെറ്റിലും ഈ ഒരു പ്രൊഡക്റ്റ് എത്തിക്കുന്ന ഒരു കാലം വിദൂരമല്ല. നമ്മളെ നിയോഡൈമിയം മാഗ്നറ്റ് ഉള്ള ഈ ഒരു മാഗ്നറ്റിക് തെറാപ്പി എന്ന സിസ്റ്റം എല്ലാവർക്കും മനസ്സിലാക്കി കൊടുക്കുന്ന രീതിയിലേക്ക് വളരാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ആശംസയോട് നമ്മുടെ മിനി സാറിനെ ഈ ഒരു പ്രോഗ്രാമില് ടീം ബിൽഡിംഗ് എന്ന വിഷയത്തെ പറ്റി സംസാരിക്കാൻ വേണ്ടി അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. പ്ലീസ് കം മിനി സാർ. താങ്ക് യു. ഗുഡ് മോർണിംഗ് ഓൾ. അത് തന്നെ ഈ ഒരു അവസരം നമ്മളിൽ എത്തിച്ച ദൈവത്തെ ഒരിക്കൽ കൂടി നന്ദി പറയാണ്. അത് മാത്രമല്ല, ഈ ഒരു പ്രൊഡക്റ്റ് എന്നിലേക്ക് എത്തിച്ച എന്റെ ഗ്രേറ്റ് അപ്ലൈന് പഴുത്ത സാറ്, അദ്ദേഹത്തിനുള്ള നന്ദി അറിയിക്കുക. നമ്മള് അപ്ലൈനെ പറഞ്ഞിട്ട് ഇവിടെ ബിസിനസ് ചെയ്യാൻ പറ്റില്ല എന്നല്ല, ഇതൊരു ഒരു കമ്മിറ്റ്മെന്റ് ആണ്. അപ്പോ ഇന്ന് ഞാൻ സംസാരിക്കുന്ന കാര്യങ്ങള് ഒരു എന്താ പറയാ, പല വർഷങ്ങളായിട്ട് പല സാഹചര്യങ്ങളിലൂടെ കടന്നു വന്നപ്പോ പല ബിസിനസ് പൊട്ടിയിട്ടുണ്ടായിരുന്നു. ഇതിൽ പലർക്കും അനുഭവങ്ങളുണ്ടാവും. സാമ്പത്തികമായ ഒരുപാട് നഷ്ടങ്ങൾ പലർക്കും പറ്റിയിട്ടുണ്ടാവും. ആ സമയത്തൊക്കെ ഞാൻ എന്നോട് പറയുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഇതൊരു ട്രെയിനിങ് സെഷനായിട്ടൊന്നും എടുക്കരുത്. പക്ഷെ ഇതില് രണ്ടാമത്തെ ഘടകം എന്ന് പറയുന്നത്, ഇതിൽ എങ്ങനെ നമുക്ക് ഈസി ആയിട്ട് ഒരു ടീം ബിൽഡ് ചെയ്യാന്നുള്ളതാണ്. അത് എന്നെ എന്റെ അപ്ലൈൻ ലീഡേഴ്സ് പഠിപ്പിച്ചു തന്ന കാര്യങ്ങളാണ്. അത് മാത്രമല്ല, അതിലൂടെ നിങ്ങൾ കടന്നു പോകുമെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ബയോട്രത്തിൽ വിജയിക്കാൻ പറ്റും. ഈ ബയോട്രത്തിൽ നമ്മൾ 6 മണിക്ക് സൂമിൽ ഇരിക്കുന്ന ഈ ആളുകൾ എന്തെങ്കിലുമൊക്കെ ഒരു പർപ്പസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ പലപ്പോഴും മനസ്സിലാക്കിയത് ഇതിൽ വന്ന ഒരു 80% ആളുകൾക്കും പ്രത്യേകിച്ചൊരു പർപ്പസ് ഒന്നുമില്ല. ഈ ബയോട്രത്തിന്റെ ഏറ്റവും വലിയ ഗുണവും ഏറ്റവും വലിയ ശാപവും അതിന്റെ മിറാക്കിളായിട്ടുള്ള ഇൻകം തന്നെയാണ്. കാരണം നിങ്ങൾ വേറെ ഏതെങ്കിലും കമ്പനി പോയിരുന്ന് പണിയെടുക്കുകയാണെങ്കിൽ രാപ്പകലില്ലാതെ നിങ്ങൾ ഓടും ഒരു 7,000 രൂപ കിട്ടാൻ വേണ്ടിയിട്ട്. ഇവിടെ 2 സെയിൽ കിട്ടിയ 7,000 കിട്ടുന്നതുകൊണ്ട് വളരെ വളരെ കംഫർട്ടായിട്ട് നിങ്ങൾ വർക്ക് ചെയ്യും. കാരണം 7,000, 14,000, 30,000, 40,000 കിട്ടിക്കഴിഞ്ഞാൽ നിലവിലുള്ള ലൈഫ് സ്റ്റൈൽ നമുക്കൊന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അതിനാകെ 4-5 സെയിലേ വേണ്ടു, പവറുള്ള ആളുകൾക്ക് പ്രത്യേകിച്ച്. അതുകൊണ്ട് തന്നെ നമ്മളെ മടിയന്മാരാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഇൻകം പ്ലാനും കൂടി നമുക്കുണ്ട്. അത് ഒരു സൈക്കോളജിക്കലി നോക്കുവാണെങ്കിൽ നിങ്ങളൊക്കെ മീൻസ് ഞാൻ കുറ്റപ്പെടുത്താൻ പറഞ്ഞല്ലോ കേട്ടോ, ഞാൻ അടങ്ങുന്ന നമ്മളൊക്കെ ഒരു നെറ്റ്വർക്ക് മാർക്കറ്റ് ചെയ്യുന്ന ഒരു ലീഡറെ പോലെ അല്ലെങ്കിൽ നെറ്റ്വർക്കറെ പോലെ ഓടാത്തതിന് കാരണം
കൂടുതൽ എന്താ പറയാ, നമുക്ക് അർഹിക്കുന്നതിനേക്കാൾ കൂടുതൽ വരുമാനം ഈ കമ്പനി തരുന്നു എന്നുള്ളതാണ്. ഇതൊരു റിയാലിറ്റിയാണ്. അപ്പൊ നമുക്ക് കുറച്ച് കാര്യങ്ങളിലൂടെ എന്ത് ചെയ്യാ, ചർച്ച ചെയ്ത് ഇന്നത്തെ രാവിലെ 1 മണിക്കൂർ എന്ത് ചെയ്യാ, സ്പെൻഡ് ചെയ്യാ. സ്ക്രീൻ ഓക്കെ ആണോ സാറേ? സാറേ സ്ക്രീൻ ഓക്കെ ആണോ? ഓക്കെ ആണ് സാറേ, ഓക്കെ. ടോപ്പിക്കിന് പേരിട്ട് ടീം ബിൽഡിങ്ങും മൾട്ടിപ്ലിക്കേഷൻ ആണ്. അത് നമ്മൾ 3 ദിവസം മുന്നേ ഇതിന്റെ ഒരു വേർഷൻ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അതിന്റെ ഒരു സെക്കൻഡ് ഫേസ് ആണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിലുള്ള കുറെ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് നോട്ട് ചെയ്യാം. അതിന് മുന്നേ ആയിട്ട് ഈ ബിസിനസ്സിലേക്ക് വന്നിട്ടുള്ള പുതിയ ആളുകളുണ്ട്. ഇതിൽ ഒരു 6 മാസം ജോയിൻ ചെയ്തിട്ട് 6 മാസമേ ആയിട്ടുള്ളൂ. അങ്ങനെയുള്ള ആളുകൾ ഈ കൂട്ടത്തിലുണ്ടാവും. അപ്പൊ അവരുടെ അടുത്താണ് ഞാൻ ഇന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഈ പുതിയ ഫ്രഷ് ആയിട്ടുള്ള വന്ന ആളുകളിലേക്ക് നിങ്ങളുടെ ടീമിൽ നിന്ന് എത്ര പേര് ആ ഒരു ഇന്നത്തെ രാവിലത്തെ സൂമിലുണ്ടെന്ന് നിങ്ങൾ നോട്ട് ചെയ്യുക. എന്നിട്ട് അവരുടെ അടുത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ഇന്നും നാളെ ആയിട്ട് പോയിട്ട് ഇരുന്ന് സംസാരിക്കണം. നമ്മൾ ഈ ബിസിനസ് ഏറ്റെടുക്കുമ്പോൾ ആളുകൾ പലതും പറയും. നേരത്തെ ഇപ്പൊ പാത്ര സാർ എന്റെ കാര്യം പറഞ്ഞു. ഞാൻ ഞാനും വൈഫും ഒക്കെ ദുബായിലായിരുന്ന സമയത്ത്, ലീവിന് വന്ന സമയത്ത് ഒരു പ്രൊഡക്റ്റ് വാങ്ങി അമ്മക്ക് കൊടുത്തപ്പോ അതിന്റെ റിസൾട്ടും എല്ലാം ഞാൻ കഥകളൊക്കെ എപ്പോഴും പറഞ്ഞു. പക്ഷെ ഇതിന്റെ ഒരു അപാരമായ ഒരു ബിസിനസ് സാധ്യത മനസ്സിലാക്കി. കാരണം മുന്നേ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ചെയ്ത് പരാജയപ്പെട്ട ഒരു വ്യക്തിയാണ്. മീൻസ് പരാജയം എന്ന് വെച്ചാൽ അന്ന് കയ്യിൽ നിന്ന് പൈസ ഒന്നും പോയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ 1-2 വർഷം നന്നായിട്ട് വർക്ക് ചെയ്തിരുന്നു. നല്ലൊരു ടീമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ 10 വർഷം വർക്ക് ചെയ്ത് കഴിഞ്ഞാലും അതിലൂടെ ഒരു നയാ പൈസ മിച്ചം വെക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും എന്ന് മനസ്സിലാക്കിയപ്പോ ഞാൻ ആ പരിപാടി നിർത്തിയതാ. ആ കമ്പനിയിൽ എന്റെ കൂടെ അന്ന് ജോയിൻ ചെയ്ത ലീഡേഴ്സ് ഒക്കെ ഇപ്പോഴും ഒരു 5 ലക്ഷം രൂപ ഉണ്ടോ എന്ന് ചോദിച്ചാൽ റെഡി ക്യാഷ് എടുക്കാനില്ലാതെ തേരാപ്പാര നടക്കുന്നുണ്ട്. അപ്പൊ പലർക്കും അറിയാവുന്നതാണ് കഥകളൊക്കെ. ഇപ്പൊ നിങ്ങൾ നോക്കിയാൽ മതി, ഇവിടെ കഴിഞ്ഞ 10 വർഷമായി MLM ചെയ്ത ആളുകളുടെ കയ്യിൽ, ഒരു സാധാരണക്കാരന്റെ കയ്യിൽ ഒരു 10 ലക്ഷം രൂപ റെഡി ക്യാഷ് എടുക്കാൻ ഉണ്ടാവില്ല. പക്ഷെ ഈ 4 വർഷം കൊണ്ട് ബയോടോറിയം ചെയ്ത പലരുടെ കയ്യിൽ 5 ലക്ഷത്തിന്റെ മുകളിൽ സേവിങ്സ് ഉണ്ടാവും. അത് നിങ്ങളൊന്ന് മനസ്സിലാക്കി തിരിച്ചറിഞ്ഞിട്ടുണ്ടായാൽ മതി. ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് ആളുകൾ പറയും ഇതൊരു തട്ടിപ്പാണ്. ഒന്നാമത്തെ വാദം, ഇതൊരു തട്ടിപ്പാണ്, ഇത് കുറെ കാലമായി, അല്ലെ, ഇത് വീട്ടമ്മമാർക്ക് പറ്റിയ പണിയായത്, നിനക്കൊന്നും പറ്റില്ല എന്നുള്ളൊരു വാദം വരും. മറ്റൊന്ന്, ഇതൊരു പോൺസി സ്കീമാണ്, ഇതൊരു മണി ചെയിൻ ആണ്, പിരമിഡാണ്, ആളുകളിൽ നിന്ന് പണം വാങ്ങുന്ന പരിപാടിയാന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതൊരു സൈഡ് ബിസിനസ് ആയിട്ട് എടുക്കാനേ പറ്റൂ. ഇത് നിന്റെ ജോലി കളഞ്ഞിട്ട് ഈ ബിസിനസ്സിലേക്ക് ഇറങ്ങരുത്. ഇത് പറഞ്ഞു തരുന്ന ആളുകൾ നിങ്ങൾക്ക് ചുറ്റും ഉണ്ടാവും, അല്ലെ. ഇറ്റ് ഗീവ്സ് ഓൺലി സം അഡീഷണൽ ഇൻകം. ഇത് കുറച്ച് അഡീഷണൽ ആയിട്ടുള്ള വരുമാനം കിട്ടും. ഇങ്ങനെയുള്ള ആളുകൾ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇതിപ്പോ അടുത്ത് കൂട്ടിക്കെട്ടും. അടുത്തൊരു വാദമാണ്, ഇറ്റ് വിൽ ഫോൾഡ് അപ്പ് സൂൺ, യു ഹാവ് ബീൻ ഡ്യൂപ്ഡ്, നീയും ചതിക്കപ്പെട്ടു, നീയും പെട്ടോ, അല്ലെ. എത്രയോ ആളുകൾ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ട് ഈ ചോദ്യങ്ങളൊക്കെ. യു വിൽ ലൂസ് യുവർ മണി, നിന്റെ പണം നഷ്ടപ്പെടും. ഈ കാര്യങ്ങളൊക്കെ യാഥാർത്ഥ്യമാണ്. എന്തുകൊണ്ടെന്നോ, ഇത് ആളുകളെ കൊണ്ട് പറയിപ്പിക്കുന്നത് നിങ്ങളും ഞാനും അടങ്ങുന്ന ഒരു സമൂഹം തന്നെയാണ്. നമ്മൾ ഈ ബിസിനസ് എന്താന്ന് മനസ്സിലാക്കാതെ ഈ ബിസിനസ് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ 90% കൂടുതൽ പരാജിതര് കാണുന്ന ഒരു ഇൻഡസ്ട്രിയാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അത് ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തിൽ എവിടെയാണെങ്കിലും. അതിന് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തന്നെയാണ്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആരാണ് പറയുക നിങ്ങളുടെ അടുത്ത് വെച്ചാൽ, നിങ്ങളുടെ കുടുംബത്തിലുള്ള ആളുകളാണ് ആദ്യം പറയുക. ഏറ്റവും അടുത്ത ഫാമിലി മെമ്പേഴ്സ്, അല്ല, ശരിയല്ലേ? പിന്നീട് പറയുന്നത് നിങ്ങളുടെ അയൽക്കാരാണ്. പിന്നീട് ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞ നിങ്ങളുടെ സുഹൃത്തുക്കളാണ്. ജീവിതത്തിൽ പരാജയപ്പെട്ട് പല മേഖലകളിലും പല രീതിയിലും കരകയറാൻ ശ്രമിച്ച് പരാജയപ്പെട്ട ഒരു പരാജിതരുടെ കൂട്ടമുണ്ട് നമ്മുടെ സമൂഹത്തില്. അവരും പറയും ഇത് തട്ടിപ്പാണ്. പിന്നീട് കൂടെ പഠിച്ച ആളുകൾ നിങ്ങളോട് പറയും നീ പോയി പെടല, ഉള്ള ജോലി കളയരുത്, ഇത് തട്ടിപ്പാണ്. ടോട്ടൽ ഒരു ക്രൗഡ് എന്താണ്, ഒരു വലിയൊരു സമൂഹം മൊത്തം പറയും ഈ ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിലേക്ക് ഇറങ്ങില്ല, ഇത് തട്ടിപ്പാണ്, തട്ടിപ്പാണ്, തട്ടിപ്പാണ്. ഈ ഒരു അഭിപ്രായം കേട്ട ആളുകൾ എത്ര ഇതിലുണ്ട്? അവരൊന്ന് ചാറ്റ് ബോക്സിൽ ഒന്ന് കമന്റ് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് അറിയാൻ പറ്റും ഞാൻ പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഓക്കെ, ശരിയാണോ ഞാൻ പറഞ്ഞത്? ഗീതാ പ്രകാശ് മാഡം, നീത മാഡം, ഭഗത്തൻ സാറ്,
കുറെ ആളുകൾ എസ് പ്രഭാകരൻ സാറ്, ഷാജഹാൻ സാറ്, പ്രീതി മാഡം, ജനാർ സാറ്, ഗീത മാഡം, ഡ്രീം ഫൈറ്റേഴ്സ്, മനോജ് കുമാർ, ഡ്രീം ഫൈറ്റേഴ്സ്, എല്ലാവരും ഇതേപോലെ ടീമിന്റെ പേര് ആദ്യം വെച്ചിട്ട് നിങ്ങളുടെ പേര് സൂമിൽ കാണുന്നതിൽ പ്രകാശിപ്പിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോ ഞാൻ നിങ്ങളോട് പറഞ്ഞതൊരു യാഥാർത്ഥ്യമാണല്ലേ. അപ്പൊ എല്ലാവരും എസ് എന്നുള്ള കമന്റുകൾ ഒരുപാട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഈ ഇൻഡസ്ട്രിയെ കുറിച്ച് പഠിച്ച് മനസ്സിലാക്കി ഈ ഇൻഡസ്ട്രിയുടെ വലുപ്പവും ഈ ഇൻഡസ്ട്രിക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട് ചെയ്ത ലോകത്തിലെ മഹാന്മാരായ കുറെ ആളുകളുണ്ട്. നമ്മളെപ്പോഴും ഒരു അഭിപ്രായം എടുക്കുമ്പോൾ ഇതിൽ പാണ്ഡിത്യം നേടിയ എക്സ്പേർട്ടിന്റെ അഭിപ്രായം എടുക്കണം അല്ലെ. എന്തിലാണ് നിങ്ങളൊരു വീട് വെക്കാൻ പോകുമ്പോൾ വാസ്തുവിൽ വിശ്വാസമുള്ള ആളുകളാണെങ്കിൽ വാസ്തു അറിയാവുന്ന ആളെ കൊണ്ടാണ് എന്ത് ചെയ്യുക വീട്ടിലുള്ള പ്ലാൻ ഉണ്ടാക്കുക അല്ലെ. അതേപോലെ നിങ്ങളുടെ ലൈഫിൽ നടന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾ അറിവുള്ള ആളുകളുടെ അടുത്ത് പോയിട്ടാണ് ചോദിക്കുക. പക്ഷെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിലേക്ക് വരുന്ന സമയത്ത് എന്തുകൊണ്ടോ ആളുകൾ എന്ത് ചെയ്യും, ഈ നെഗറ്റീവ് ആയിട്ടുള്ള മൈൻഡ് സെറ്റ് ഉള്ള ആളുകളുടെ അഭിപ്രായം എടുത്തിട്ട് തളരും. ഞാൻ സ്റ്റാർട്ടിങ് പറഞ്ഞു, ഞാൻ തുടക്കക്കാരായ നിങ്ങളോട് സംസാരിക്കുന്നുള്ളത്. ഇതിൽ സീനിയർ ലീഡേഴ്സ് ഉണ്ട്, അവരെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ബാക്കി ഇതിലുള്ള ഒരു 65% ആളുകളും ഈ ഒരു എന്താ പറയാ മേഖലയിലൂടെ കടന്നു വന്ന, ഈ ഒരു സാഹചര്യത്തിലൂടെ കടന്നു വന്ന. പക്ഷെ ഈ ഒരു ഇൻഡസ്ട്രിയെ കുറിച്ച് അറിവുള്ള ആളുകൾ എന്താ പറയുന്നത് നോക്കാം നമുക്ക്. എക്സ്പെർട്ട് സേയിങ് അബൌട്ട് MLM, അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോട്ട് എന്ന് പറയുന്നത് ദ 7 ഹാബിറ്റ്സ് ഓഫ് ഹൈലി എഫക്റ്റീവ് പീപ്പിൾ എന്ന് പറയുന്ന ഒരു ബുക്ക് എഴുതിയ റെക്കോർഡാണ് ആ ബുക്ക് ലോകത്തിൽ വിറ്റഴിക്കപ്പെട്ടത്. സ്റ്റീഫൻ ആർ കോവേ എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞത്, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഈസ് എൻ ഇൻസ്പയറിംഗ് ബിസിനസ് മോഡൽ amidst a stream of corruption and scandal that has been so rife in corporate America. As you help lift others to higher levels, the profession rewards you. ഈ നാട്ടിലുള്ള സകല തട്ടിപ്പിന്റെ ഇടയിലും എന്താണ് അതിന്റെ നടുവിൽ നിൽക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് അവർക്ക് ഒരു പ്രൊഫഷൻ ഹൈ ലെവലിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പ്രൊഫഷനാണ്. എന്ന് വെച്ചാല് നിങ്ങൾ മറ്റുള്ളവരെ ഹൈ ലെവലിലേക്ക് ഉയർത്തുമ്പോൾ ദ പ്രൊഫഷൻ റിവാർഡ്സ് യു. ഈ ഒരു പ്രൊഫഷൻ നിങ്ങൾക്ക് റിവാർഡ് തരുന്നുള്ളതാണ്. അപ്പൊ മറ്റുള്ളവരെ വിജയിപ്പിച്ചുകൊണ്ടാണല്ലോ ഇവിടെയുള്ള എല്ലാ ലീഡേഴ്സും വർക്ക് ചെയ്യുന്നത്. ഇൻ അഡീഷൻ ടു ഫൈനാൻഷ്യൽ ബെനിഫിറ്റ്, ഈ പണത്തിന്റെ ഒരു ബെനിഫിറ്റിന് പുറമെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഓഫേഴ്സ് എ ക്രാഷ് കോഴ്സ് ഇൻ ഹ്യൂമൻ റിലേഷൻഷിപ്പ്. മാനുഷിക ബന്ധങ്ങൾക്ക് വില നൽകിക്കൊണ്ട് ലോകത്തിൽ നടക്കുന്ന ഒരു ബിസിനസ് ആണ് എന്ന് പറഞ്ഞത് ആരാണെന്ന് വെച്ചാല് സ്റ്റീഫൻ ആർ കോവേ എന്ന് പറയുന്ന പ്രശസ്തനായ ഒരു എഴുത്തുകാരനാണ്. രണ്ടാമത് കാണുന്നത് 4ഓളം അമേരിക്കൻ പ്രസിഡന്റിന്റെ വെൽനസ് അഡ്വൈസറും സാമ്പത്തിക ഉപദേഷ്ടാവും ഒക്കെ ആയിരുന്നിരുന്ന പോൾസൻ ഫിൽസർ എന്ന് പറയുന്ന ലോകപ്രശസ്തനായ ഒരു ഓഥർ. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, more than any other business, network marketing start with the core, not with the product or service. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു കോർ വാല്യൂ ഉള്ള ഒരു മൂല്യമുള്ള ഒരു സംഗതി കൊണ്ടാണ്, ഒരു പ്രൊഡക്റ്റ് കൊണ്ടോ സർവീസ് കൊണ്ടോ അല്ല ഉള്ളതാണ്. ബട്ട് വിത്ത് ഹെൽപ്പിംഗ് അതർ പീപ്പിൾ ബൈ ടീച്ചിങ് ദം ഹൗ ടു സക്സീഡ്. മറ്റുള്ളവരെ എങ്ങനെ വിജയിപ്പിക്കാമെന്നും റിഗാർഡ്ലെസ് ഓഫ് ദർ എഡ്യൂക്കേഷൻ ഓർ വാട്ട് ബിസിനസ് ഓർ ഫീൽഡ് they have in. അവർ ഏത് ഫീൽഡിലാണെന്ന് നോക്കാതെ, അവരുടെ ഹിസ്റ്ററി നോക്കാതെ, അവരുടെ എഡ്യൂക്കേഷൻ നോക്കാതെ മറ്റുള്ളവരെ വിജയിപ്പിക്കാൻ പഠിപ്പിക്കുന്ന ഒരു ഇൻഡസ്ട്രി ലോകത്തിലുണ്ടെങ്കിൽ ആ ഇൻഡസ്ട്രിയുടെ പേരാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. ബട്ട് സോ എക്സൈറ്റിംഗ് അബൌട്ട് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഈസ് ദാറ്റ് യു ക്യാൻ ഓഫർ ദിസ് ഓപ്പർച്യൂണിറ്റി. നിങ്ങൾക്കാർക്കും ഈ അവസരം എന്ത് ചെയ്യുക, ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ഈ ഓപ്പർച്യൂണിറ്റി ആർക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഷെയർ ചെയ്യാൻ പറ്റും. ആ ഷെയർ ചെയ്യുന്ന സമയത്ത് അവരുടെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന സമയത്താണ് അവരെന്ത് ചെയ്യുന്നത്, വിജയിക്കുന്നത്. വേറൊരു കൂട്ടർ നോക്കിക്കഴിഞ്ഞാൽ ബോബ് പ്രോക്ടർ എന്ന് പറയുന്ന യു ആർ ബോൺ റിച്ച് എന്ന് പറയുന്ന ബുക്ക് എഴുതിയത്, ദ ബ്യൂട്ടിഫുൾ തിങ് അബൌട്ട് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഈസ് ദാറ്റ് ഇറ്റ് ഈസ് ദ മോസ്റ്റ് മോറൽ ഫോം ഓഫ് കോമ്പൻസേഷൻ ദർ ഈസ്. നിങ്ങൾക്ക് കിട്ടുന്ന കോമ്പൻസേഷൻ വളരെ മോറൽ ആയിട്ടുള്ളതാണ്. ഒരാളെ ചതിച്ചിട്ടാണോ നമുക്ക് വരുമാനം കിട്ടുന്നത്, അത് നമുക്ക് ബോധ്യം വേണം. ഇതറിയാത്ത ആളാണ് പുറത്തിട്ട് ഒരു മണി ചെയിൻ ആണ്, പിരമിഡ് ആണ് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ തളർത്താൻ നോക്കുന്നത്. And it follows the very best income earning strategy. You are leveraging yourself and you are providing great service. നിങ്ങൾ മഹത്തായ ഒരു സർവീസ് ചെയ്തുകൊണ്ടാണ് നിങ്ങൾ ജീവിക്കുന്നത്, നിങ്ങൾ വരുമാനം നേടുന്നതാണ്. പ്രോപ്പർലി എക്സിക്യൂട്ടഡ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഗിവ്സ് പീപ്പിൾ ടൈം ആൻഡ് മണി ഫ്രീഡം. വ്യക്തമായ രീതിയിലാണ് നിങ്ങൾ ഈ ഒരു ബിസിനസ് ഏറ്റെടുത്ത് ചെയ്യുന്നതെങ്കിൽ, അദ്ദേഹത്തിന്റെ കോട്ട് ഞാൻ ഒന്നും കൂടി വായിക്കാൻ ലാസ്റ്റ് പറഞ്ഞത്, പ്രോപ്പർലി എക്സിക്യൂട്ടഡ്
ശരിയായ രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ജനങ്ങൾക്ക് മണി ഫ്രീഡം കൊടുക്കാൻ പറ്റുന്ന, ടൈം ഫ്രീഡം കൊടുക്കാൻ പറ്റുന്ന ഒരു ഇൻഡസ്ട്രിയാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. റോബർട്ട് കിയോസാക്കി പറഞ്ഞിരിക്കുന്നത് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ആളുകളെ പഠിപ്പിക്കുന്നത് അവരുടെ ലൈഫ് എങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും, വളരെ ബ്യൂട്ടിഫുൾ ആക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ടീച്ചേഴ്സ് ബേസിക് ക്രിട്ടിക്കൽ ലൈഫ് സ്കിൽ എന്നാണ്. എന്നെ കേൾക്കുന്ന ആളുകൾ NDOPകൾ എവിടെ ഉണ്ടെങ്കിലും അവിടെ പോയി കയറി പഠിക്കണം എന്ന് പറയാനുള്ള ഒരു കാരണം ഈ ഒരു കോട്ടിന്റെ പ്രാധാന്യമാണ്. എന്താ വെച്ചാല് നിങ്ങൾക്ക് ജീവിതത്തിൽ വിദ്യാഭ്യാസം ഉണ്ടാവും, പക്ഷെ നിങ്ങൾക്ക് സ്കിൽ ഉണ്ടാവണമെന്നില്ല. നിങ്ങൾക്ക് ആഗ്രഹങ്ങൾ ഉണ്ടാവും, സ്കിൽ ഉണ്ടാവണമെന്നില്ല. ഹൗ ടു ഡു എ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്, അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. കാരണം ഇത് പഠിപ്പിച്ചു തരാൻ ഒരു അധ്യാപകനും പറ്റില്ല. നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസത്തിന്റെ ഏറ്റവും വലിയ പോരായ്മ എന്താണെന്നറിയോ? നിങ്ങൾ വിചാരിക്കും MBA കഴിഞ്ഞ് വന്ന ആളുകളൊക്കെ പെർഫെക്റ്റ് ആണ്. ഒരൊറ്റ കോളേജിലും ബിസിനസ് സ്വന്തമായി നടത്തിയ ഒരു അധ്യാപകന് MBA കുട്ടികളെ പഠിപ്പിക്കുന്നില്ല. അവർ ഈ അക്കാദമിക് ലെവലിൽ പഠിച്ച കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് മാത്രമാണ്. കുറ്റം പറയല്ല. എന്താ വെച്ചാല് അതുകൊണ്ടാണ് നമ്മൾ പഠിച്ചു വന്ന കുട്ടികളൊന്നും എന്ത് ചെയ്ത് പെർഫോം ചെയ്യാത്തത്. ഇവിടെ എന്താണെന്ന് വെച്ചാല് ഈ ഒരു മേഖലയിൽ കഴിവും പ്രാവീണ്യവും തെളിയിച്ച് വരുമാനം നേടിയ സിസ്റ്റം ബിൽഡ് ചെയ്ത ലീഡേഴ്സ് ആണ് നിങ്ങൾ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ എവിടെ NDOP ഉണ്ടെങ്കിലോ നിങ്ങൾ എന്ത് ചെയ്യണം, ആദ്യത്തെ ഒരു 90 ദിവസം ഒരു നയാ പൈസ വരുമാനമില്ലെങ്കിലും ആരും ജോയിൻ ചെയ്തില്ലെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, NDOPകൾ അറ്റൻഡ് ചെയ്യണം. അപ്പോ അതൊന്നും മനസ്സിൽ വെക്കുക. അല്ലാതെ വേറെ ഒരു ഓപ്ഷൻ ഇതിൽ വിജയിക്കാനില്ല എന്നുള്ളതാണ്. Here's what I tell people, even if you don't like it, നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും stay with it for 5 years. ഒരു 5 കൊല്ലെങ്കിലും നിങ്ങൾ ഈ ബിസിനസ്സിൽ നിൽക്കണം. എന്തിനാണെന്നോ, you will be better equipped to survive in the real world of business. ഈ ലോകത്തിലുള്ള ബിസിനസ് മേഖലകളിൽ, അത് മറ്റു പല മേഖലകളിലും ബിസിനസ് ഉണ്ടാവും നിങ്ങൾക്ക്, ആ മേഖലയിലും സർവൈവ് ചെയ്യാൻ പറ്റുന്ന ഒരു ലൈഫ് സ്കില്ല് പഠിച്ചെടുക്കാൻ നിങ്ങൾ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനിയുടെ കൂടെ നിന്നാൽ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഈ പറഞ്ഞ അഭിപ്രായങ്ങളൊക്കെ പ്രഗത്ഭരായ ആളുകളുടെ അഭിപ്രായങ്ങളാണ്. ഈ അഭിപ്രായങ്ങൾ കേട്ട് മുന്നോട്ട് പോകണോ, അതോ ഇപ്പോഴും പരാജയപ്പെട്ട് ജീവിക്കുന്ന അല്ലെങ്കിൽ എന്ത് ചെയ്യാ ചെറിയ എന്താ പറയാ ആഗ്രഹങ്ങളിൽ മാസം 30,000 20,000 കിട്ടി ജീവിക്കുന്ന സാധാരണക്കാരനായ ആളുകൾ പറയുന്ന അഭിപ്രായം കേട്ട് ഈ ഒരു ഇൻഡസ്ട്രി eBuyTor എന്ന് പറയുന്ന കമ്പനിയെ അളക്കണം എന്നുള്ളത് നിങ്ങളാണ് ആദ്യം തീരുമാനിക്കേണ്ടത്. അപ്പോ നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ എന്ത് ചെയ്യരുത്, സമയം വേസ്റ്റ് ചെയ്യരുത്. സമയം വേസ്റ്റ് ചെയ്യരുത്, നമുക്ക് സമയമില്ല. ഞാൻ എപ്പോഴും പറയുന്നതാണ്, എത്ര കാലം നമ്മളിനി ഉണ്ട് എന്നുള്ളത് അല്ലെ അൺസർട്ടൻ ആണ്. ഫ്യൂച്ചർ ഈസ് അൺസർട്ടൻ. പക്ഷെ നമ്മൾ എൻജോയ് ചെയ്ത് ജീവിക്കുന്നില്ല ഉള്ള സമയത്തൊക്കെ. അതിൽ ആദ്യം മാറ്റിവെക്കേണ്ട സ്വഭാവം, പ്രത്യേകിച്ച് ഇപ്പോ റീപർച്ചേസ് പ്ലാൻ വന്നതുകൊണ്ട് ഞാൻ അതുമായിട്ട് ക്ലബ് ചെയ്യാണ്, നിങ്ങൾ മാറ്റിവെക്കേണ്ട സ്വഭാവം പ്രോക്രാസ്റ്റിനേഷൻ. ഞാനും അതിന്റെ ഒരു ഇരയാണ്. എന്റെ സ്വഭാവം അല്ലെങ്കിൽ സ്വഭാവ ദൂഷ്യാണ് പ്രോക്രാസ്റ്റിനേഷൻ. പ്രോക്രാസ്റ്റിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീട്ടിവെക്കുന്ന ഒരു സ്വഭാവം, മാറ്റിവെക്കുന്ന സ്വഭാവം. 1600 രൂപയുടെ അൾട്രാവറി പർച്ചേസ് ചെയ്താൽ നമ്മുടെ ലോയൽറ്റി പോയിന്റും അതേപോലെ നമ്മുടെ റീപർച്ചേസ് PV ഒക്കെ carry ഫോർവേഡ് നമുക്കറിയാം. നമ്മൾ എന്ത് ചെയ്യും, 31-ാം തീയതിയാണ് റീപർച്ചേസ് ഡേറ്റ്, 31-ാം തീയതി വരെ നീട്ടിവെക്കും. ഓക്കെ, സാരമില്ല നോക്കുക. 31-ാം തീയതി പിന്നെ നീട്ടിവെക്കും, വാഷ് ഔട്ടോ. ഇത് നിങ്ങളുടെ ടീമിൽ ഇനി നടക്കാൻ പോവാ. ഈ സ്വഭാവം നിങ്ങൾ മാറ്റിയില്ലെങ്കിൽ അന്ന് നിങ്ങളുടെ കൂടെ വന്ന അസോസിയേറ്റ്സ് നിങ്ങളെ കുറ്റം പറയും. നിങ്ങളല്ലേ ഓർമ്മിപ്പിക്കേണ്ടത്. കാരണം ഇറസ്പോൺസിബിൾ ആയിട്ടുള്ള കുറെ ആളുകളാണ് ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കുക. റെസ്പോൺസിബിൾ ആയ ആളുകളൊക്കെ എന്ത് ചെയ്യും, ഇത് സ്വയം ഏറ്റെടുത്തിട്ട് സമയത്തിന് മുന്നേ അവരെന്ത് ചെയ്യും, അവരുടെ റീപർച്ചേസ് നടത്തും. ഈ സ്വഭാവം മാറ്റിവെച്ചില്ലെങ്കിൽ, ഈ സ്വഭാവം മാറ്റിവെക്കാൻ വെച്ചാൽ വളരെ 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 ബുദ്ധിമുട്ടുള്ള കാര്യം കൂടി കേട്ടോ. പ്രൊക്രാസ്റ്റിനേഷൻ ഇല്ലാത്ത ജനങ്ങൾ ഉണ്ടാവില്ല. ഇപ്പൊ എന്റെ ഉദാഹരണം പറഞ്ഞുതരാം. 2 ദിവസം മുന്നേ ഞാൻ ഏകദേശം 10-14 പിന്നെടുത്ത്, നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഗ്രൂപ്പിൽ, ഏകദേശം ഒരു 1000 BBക്ക് അടുത്ത് സെയിൽ വന്നപ്പോ കുറെ പിന്ന് പല 3 പിക്കപ്പ് സെന്ററിലായിട്ട് ഇട്ടിട്ടുണ്ട്. ആ 3 പിക്കപ്പ് സെന്ററിലിട്ട് പിന്നെ ഇതുവരെ ഡിസ്ട്രിക്ട് സ്റ്റോക്കിസ്റ്റിലേക്ക് അയക്കാൻ വേണ്ടി എനിക്ക് സാധിച്ചില്ല. ഞാൻ പറയുന്ന അറിയാവുന്ന ഞാൻ ചെയ്തിട്ടില്ല. അതൊരു പ്രോക്രാസ്റ്റിനേഷൻ ആണ്. നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി പറയാം. ഈ സ്വഭാവം മാറ്റാത്ത കാലത്തോളം ഞാൻ എന്റെ ലൈഫിൽ വിജയിക്കൂല. വളരെ സിമ്പിൾ ആണ്. ഇനി വേറെ ആളുടെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ഞാൻ നന്നാവണ്ടേ. എന്തുകൊണ്ടാണ് എന്ന് വെച്ചാല് നമുക്കറിയില്ല എന്തിനാണ് ഞാനിത് ചെയ്യുന്നത്, ഞാൻ എന്തിനാണ് ഈ ഒരു ബിസിനസ് ഏറ്റെടുത്തത്. അങ്ങനെ നിങ്ങൾക്ക് അറിയുമായിരുന്നെങ്കിൽ, ഇഫ് യു നോ ദ വൈ യു വിൽ നോ ദ ഹൗ. നിങ്ങൾ എങ്ങനെ ചെയ്യണമെന്ന് നിങ്ങൾ പഠിക്കും, നിങ്ങൾ അറിയുന്നതാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത്, ഓർമ്മിപ്പിക്കാനുള്ള പ്രോക്രാസ്റ്റിനേഷൻ മാറ്റിയോ. കാരണം നമ്മളെ മുന്നിൽ സമയമില്ല.
വി ഡോണ്ട് ഹാവ് ടൈം ടു വേസ്റ്റ്. അത് എന്താണ് അങ്ങനെ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്നെ കേൾക്കുന്ന ഈ മുന്നിലുള്ള ആളുകൾ വിഷമിക്കാൻ വേണ്ടി പറയുന്നതല്ല, ഒരു 40+ ഏജുള്ള ആളുകളാണ്. അത് കുറഞ്ഞ ആളുകൾ ഇതിലില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 40 വയസ്സ് കഴിഞ്ഞ് നിങ്ങൾ ഇനി എത്ര കൊല്ലം ജീവിക്കും എന്നുള്ളത് അവിടെ നിൽക്കട്ടെ, എത്ര കൊല്ലം പണിയെടുക്കും എന്നുള്ളത് ആലോചിച്ച് നോക്കുക. 30 കൊല്ലം ബാക്കിയുണ്ടാവും അല്ലെ? 30 കൊല്ലവും പണിയെടുക്കുമോ? അത്രയും ആരോഗ്യത്തോടെ ജീവിക്കാൻ പറ്റുമോ നമുക്ക് ഈ ഒരു കാലഘട്ടത്തിൽ? ഈ ഇടതുഭാഗത്ത് കാണുന്ന ചാർട്ട്, നിങ്ങൾക്ക് 18 വയസ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ 6570 ദിവസം ഇവിടെ ജീവിക്കും. 45 വയസ്സുണ്ടെങ്കിൽ 16,425 ദിവസം ജീവിക്കും. 75 വയസ്സാകുന്ന സമയത്ത് നിങ്ങൾ 27,375 ദിവസം മാത്രമാണ് ഈ ഭൂമിയിൽ ജീവിക്കുന്നത്. ഈ കാര്യം നിങ്ങൾ ഒന്ന് എന്ത് ചെയ്യുക, ഒന്ന് മനസ്സിൽ കൊടുക്കുക. ഇതിലൂടെ എന്തെങ്കിലുമൊക്കെ നേടണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിനെ എന്ത് ചെയ്യണം, സെക്യൂർ ആക്കണം എന്നുണ്ടെങ്കിൽ ഇത് മാത്രം ആലോചിച്ചാൽ മതി. 27,000 ദിവസം ഉണ്ടല്ലോ എന്ന് ആലോചിക്കുന്ന ആളുകൾ എന്റെ മുന്നിൽ ഇരിക്കുന്നുണ്ട്. അവരടുത്താണ് പറയുന്നത് 24 മണിക്കൂറിന് 8+8+8 എന്ന റൂൾ ഉണ്ട് നിലവിൽ. 8 മണിക്കൂർ നമ്മൾ ഉറങ്ങാൻ വേണ്ടിയും 8 മണിക്കൂർ നമ്മൾ കുടുംബമായിട്ടും മറ്റുള്ള നമ്മുടേതായ പേഴ്സണൽ ആക്ടിവിറ്റീസിൽ മുഴുകുന്ന സമയത്ത് മിച്ചം വരുന്ന 8 മണിക്കൂറാണ് നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ടാവുക. മാക്സിമം ചില ആളുകൾ 10 മണിക്കൂർ. ഈ 10 മണിക്കൂർ വെച്ച് നോക്കിയാൽ എന്നെ കേൾക്കുന്ന ആളുകൾക്ക് ദൈവം 20 കൊല്ലം ആയുസ് കൊടുക്കുന്ന, ആരോഗ്യം കൊടുക്കുന്നുണ്ടെങ്കിൽ 7,300 ദിവസം മാത്രമേ മുന്നിലുള്ളൂ. നമ്മൾ ഈ കോടികളെ കണക്കൊക്കെ പറഞ്ഞു നടക്കുമ്പോൾ ഇതൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ആകെ 7,300 ദിവസമേ ഉള്ളൂ. അതിന്റെ 1/3 മാത്രമേ നമുക്ക് വർക്ക് ചെയ്യാനുള്ള ദിവസങ്ങളുള്ളൂ. എന്ന് വെച്ചാൽ 2,433 ദിവസം 20 കൊല്ലം നിങ്ങൾക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ നിങ്ങളുടെ മുന്നിലുള്ളൂ. ഈ 2,433 ദിവസം കൊണ്ട് വേണം നമ്മൾ ഈ പറയുന്ന കോടികൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ടീം ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിനെ വളരെ സീരിയസ് ആയിട്ട് എടുക്കണം. കാരണം ഞാനിത് ഏറ്റെടുത്തത് ഒരുപാട് വെല്ലുവിളികളുള്ള സമയത്താണ്. ലൈഫിൽ തിരിച്ചു പോകാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് ഇതൊരു ഓപ്പർച്യൂണിറ്റി ആണെന്ന് മനസ്സിലാക്കി, ഇതിന്റെ പ്ലാനും മനസ്സിലാക്കി കമ്പനി പോയി കണ്ടതിന് ശേഷം ഏറ്റെടുത്താണ്. എന്റെ കൂടെ ഇപ്പം ജോയിൻ ചെയ്ത് ആരൊക്കെ പണി നിർത്തിയാൽ ഞാൻ ഓടി. എന്തുകൊണ്ടാണോ? ഇത് എന്റെ മാത്രം ബിസിനസ്സാണ്. ഇതിനെ എക്സ്പാൻഡ് ചെയ്യേണ്ടത് എന്റെ മാത്രം ആവശ്യമാണ്. കാരണം എനിക്കാണ് പ്രശ്നം. എന്റെ ലെഫ്റ്റിലും റൈറ്റിലും നിൽക്കുന്ന ടീമുകൾ എന്റെ സ്വന്തം ടീമാണ്. അവർക്ക് വേണ്ടി ഏത് നട്ടപ്പാതിരക്ക് ഞാൻ ഓടുമെങ്കിലും അവരൊക്കെ നിർത്തി പോയി കഴിഞ്ഞാൽ ഞാൻ ഓടും. അതേ മൈൻഡ് സെറ്റിൽ വേണം നിങ്ങൾ ഈ ബിസിനസ്സിനെ കാണാൻ. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ പരാജയപ്പെട്ടു പോകും, നമ്മൾ മാനസികമായിട്ട് തളർന്നു പോകും. അപ്പം സ്വന്തം ബിസിനസ്സാണ്. ഞാൻ എപ്പോഴും ട്രെയിനിങ് പറയുന്നതാണ്, ഇതിന്റെ ഓണർഷിപ്പ് നിങ്ങളുടെ കയ്യിലായിരിക്കണം. നിങ്ങളുടെ ഐഡിയുടെ താഴെ വരുന്ന എല്ലാ അസോസിയേറ്റ്സിന്റേതും ഈ ബിസിനസിന്റെ ഓണർഷിപ്പ് നിങ്ങളായിരിക്കണം. ഇതിന് മനോജ് സാറിനോ ഷായി സാറിനോ അഭിലാഷ് സാറിനോ ശ്രീകുമാർ സാറിനോ മറ്റുള്ള ലീഡേഴ്സിനോ ഡാനി സാറിനോ ആർക്കും എന്തില്ല, ഇതിൽ ഒരു സ്വാധീനവും ഇല്ല, ഒരു ഇമ്പോർട്ടൻസും ഇല്ല എന്ന് വിചാരിച്ചിട്ട് എന്ത് വേണം നിങ്ങൾ ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ. അത് മൈൻഡ് സെറ്റ് മാത്രം ഒന്ന് മാറ്റിയെടുക്കുക, നമുക്ക് വിജയിക്കാൻ പറ്റും. അപ്പൊ ഈ ഒരു കാര്യം കൊണ്ടാണ് നമ്മളൊക്കെ ഓടുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഞാൻ പറയുന്നത് ഈ ഒരു പുതിയ ആളുകളിലേക്കാണ്, ഒരു 6 മാസമായി ജോയിൻ ചെയ്ത ആളുകളിലേക്കാണ്. ഇങ്ങനെ വിജയിക്കാൻ പറ്റുമെങ്കിൽ, നിങ്ങൾക്കൊരു പർപ്പസ് ഉണ്ടെങ്കിൽ ഈ ബിസിനസ്സിലൂടെ കോടികൾ ഉണ്ടാക്കാൻ പറ്റും. ഇതിനൊറ്റ റോളേ ഉള്ളൂ, നിങ്ങൾക്ക് വരുന്ന വരുമാനം ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ആക്റ്റീവ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, നോട്ട് നമ്പർ ഓഫ് ഡീആക്റ്റീവ് പേഷ്യൻസ്. അതൊന്നും മനസ്സിൽ വെക്കുക. പലരെയും BOP സെന്ററിൽ വിളിച്ചിട്ട് 1 ലക്ഷം മുതൽ 10 ലക്ഷം വരെ വാങ്ങിയ ആളുകൾ BOP സെന്ററിൽ ഫ്രണ്ടിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ അവര് സംസാരിക്കേണ്ടത്, ഞാൻ ഈ ബിസിനസ് ഏറ്റെടുത്തു, ഒരുപാട് ആളുകൾക്ക് പൊടച്ചു കൊടുത്തു, രോഗികൾക്കും എല്ലാത്തവർക്കും കൊടുത്തു, എനിക്ക് ഇതിലൂടെ 5 ലക്ഷം കിട്ടി 10 ലക്ഷം കിട്ടി എന്ന് പറയുന്നതിന് പകരം പറയുന്നത് എന്താണെന്നോ, എനിക്ക് മുട്ടുവേദനയായിരുന്നു അത് മാറി, എനിക്ക് നടുവേദനയായിരുന്നു അത് മാറി, എനിക്ക് ഞാൻ കൊടുത്ത പൊട്ടൽ ഒരാൾ എണീറ്റ് നടന്നു, ശ്വാസം മുട്ടൽ മാറി. ഇതാ പറയുന്നത്. നിങ്ങൾ എന്തിനാ വിളിക്കുന്ന അവിടത്തേക്ക് വെച്ചാൽ നിങ്ങൾക്ക് കിട്ടിയ വരുമാനം തൊട്ട് മുന്നിൽ വന്ന പുതിയ ആളുകളിലേക്ക് അറിയിക്കാൻ വേണ്ടി. അവിടെ പോലും പകതരില്ലാതെ കുറെ ആളുകൾ സംസാരിക്കുന്നത് ഞാൻ പല BOP സെന്ററിൽ കേട്ടിട്ടുണ്ട്. ഇനി അത് ഉണ്ടാവരുത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ പേഴ്സണൽ റിക്വസ്റ്റ് ആട്ടെ, എന്നെ നിങ്ങൾക്ക് തിരുത്താം. ഞാനത് എന്റെ ഒരു പേഴ്സണൽ അഭിപ്രായം പറയണം. അവിടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വിളിക്കുന്ന ആൾ അവരുടെ അസുഖത്തിന് പറ്റിയ റിസൾട്ട് പറയണം, 100% പറയണം. പക്ഷെ നിങ്ങളൊരു ഏച്ചീവായിട്ട് സ്റ്റേജിൽ കയറുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടിയ വരുമാനം മാത്രമേ പറയാവൂ. ആ വരുമാനം പറയാത്ത കൊണ്ടാണ് നമ്മുടെ കൂടെ നമ്മുടെ ഗസ്റ്റ്, നമ്മളവിടെ കൊണ്ടുവന്ന ആളുകൾ നമ്മുടെ കൂടെ വരാത്തത്. കാരണം അവർക്ക് നമ്മളെക്കാട്ടും IQ കൂടുതലുണ്ടെന്നുള്ളത് നമുക്ക് ബോധം വേണം.
അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ആർക്കെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എക്സ്ട്രീംലി സോറി. പക്ഷെ ഈ ബിസിനസ്സിൽ നിങ്ങൾക്ക് വിജയിക്കണമെങ്കിൽ നിങ്ങൾ മാറിയേ പറ്റൂ. നാം മാറണം. മൊത്തം സ്ട്രക്ചർ മാറണം. BOP സെന്ററുകളുടെ സ്ട്രക്ചർ മാറണം. എല്ലാം നമ്മളെ ഉത്തരവാദിത്തമാണ്. അത് മനോജ് സാർ മാറ്റട്ടെ, അല്ലെങ്കിൽ ഷാജി സാർ മാറ്റട്ടെ, ഡാനി സാർ മാറ്റട്ടെ, ബെന്നി സാർ മാറ്റട്ടെ, അങ്ങനെ പരിപാടിയില്ല. നമ്മളാണ് അതിന്റെ ഉത്തരവാദിത്തം എടുക്കേണ്ടത്. നമ്മൾ മാറണം. നമ്മൾ മാറുമ്പോൾ നമ്മുടെ ടീം എന്ത് ചെയ്യും? സ്ട്രെങ്ത് ആവും. ആളുകൾ നമ്മളെ കൂടെ ജോയിൻ ചെയ്യും. രോഗം കേൾക്കാൻ വേണ്ടി ഒന്നും ആളുകൾ ഉണ്ടാവില്ല, നമ്മളെ കൂടെ ഉണ്ടാവില്ല. നമുക്ക് ഇതുപോലെ കണക്ട് ചെയ്യണം ആളുകൾ. ജീനിയസ് ടീമിൽ ഇതേപോലെ, വിന്നർ ടീമിൽ ഇതേപോലെ. ഞാൻ പറഞ്ഞ സെയിം പാറ്റേൺ ആണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. നിങ്ങളെ മനസ്സിലാണ് വേണ്ടത് എനിക്ക് ഇതേപോലെ ടീം ഉണ്ടാവണം എന്നുള്ളത്. ഓക്കെ, അങ്ങനെ ടീം ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾ കുറച്ച് സ്കില്ല് വേണം. അത് പഠിക്കാനാണ് നിങ്ങളോട് NDOPയും RTPയും അറ്റൻഡ് ചെയ്യാൻ പറയുന്നത്. ഒന്ന്, പ്രോസ്പെക്റ്റിനെ കണ്ടെത്താനുള്ള കഴിവാണ്. ഓക്കെ, കണ്ടെത്തി അവരെ ക്ഷണിക്കണം, അതിനൊരു കഴിവാണ്. അവരെ മുന്നിൽ പ്ലാൻ പ്രസന്റ് ചെയ്യാനും പ്രൊഡക്റ്റ് പ്രസന്റ് ചെയ്യാനും ഒരു കഴിവാണ്. പോയിട്ട് ഫോളോ അപ്പ് ചെയ്യാനുള്ള കഴിവാണ്. അത് ക്ലോസ് ചെയ്തെടുക്കാനുള്ള കഴിവുണ്ടാക്കണം. ഈ ക്ലോസ് ചെയ്ത ആളുകൾ എന്ത് ചെയ്യണം? ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കഴിവുണ്ടാകണം. ചിലപ്പോൾ ഒരു വീട്ടിൽ നിങ്ങൾ കൊടുത്തത് 70 വയസ്സോ 75 വയസ്സുള്ള ആളുകളായിരിക്കും. അയാളെല്ലാം നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. അയാളുടെ വീട്ടിൽ ആരോഗ്യത്തോടെ ജീവിക്കുന്ന മക്കളുണ്ടാവും അല്ലെ? എന്റെ അമ്മക്ക് റിസൾട്ട് കിട്ടി, അമ്മ അല്ലല്ലോ ബിസിനസ് ചെയ്യുന്നത്, ഞാനല്ലേ ബിസിനസ് ചെയ്യുന്നത്. അപ്പൊ അതേപോലെ നിങ്ങൾ ആ കുടുംബത്തിൽ നിന്ന് എന്ത് ചെയ്യണം? ആരോഗ്യമുള്ള ആളുകളെ നിങ്ങളെ കൂടെ ജോയിൻ ചെയ്യിപ്പിക്കുക. അതിനാണ് 3500 രൂപയുടെ പാക്കേജ്. ആ പ്രൊഡക്റ്റ് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ആ ഐഡിയ അടിച്ച് അന്ന് മുതൽ അവൻ ബിസിനസ് ചെയ്യണം. അവന്റെ അടുത്ത് പറയരുത് പുഷ്കർ സാറേ ആ സാധനം വരട്ടെ എന്നിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആ ഒരു മൈൻഡ് സെറ്റ് നമുക്ക് ആർക്കും ഉണ്ടാവരുത്. പ്രൊമോട്ടിങ് ഇവന്റ്സ്, എല്ലാ പരിപാടികളും നമ്മുടെ സ്വന്തം പ്രോഗ്രാമാണ് എന്ന് വിചാരിച്ചിട്ട് അവിടത്തേക്ക് ടെമ്പോ ട്രാവലിൽ ആളെ വിളിച്ചു കൊണ്ടുപോയി പങ്കെടുപ്പിക്കണം. ആദ്യത്തെ ഒരു 3 മാസമേ കഷ്ടപ്പെടുള്ളൂ. പിന്നീട് അവര് ടെമ്പോ ട്രാവലിൽ വിളിച്ച ആള് കൊണ്ടുവരും നിങ്ങൾ പറയുന്ന സ്ഥലത്ത്. ക്ലിയർ ആണോ? ഈ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഇതിന്റെ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ കസ്റ്റമറെ എന്ത് ചെയ്യുക? ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സിസ്റ്റം നിങ്ങൾ ബിൽഡ് ചെയ്യണം. അതിനാണ് അപ്ലൈൻ ലീഡറും അസോസിയേഷനും തമ്മിൽ നല്ലൊരു ബന്ധം ഉണ്ടാവണം എന്ന് പറയുന്നത്. അവരുടെ ലിസ്റ്റൊക്കെ നോക്കി നിങ്ങൾ എന്ത് ചെയ്യണം? അവരുടെ കൂടെ പോയി വർക്ക് ചെയ്യണം. ഇനി ഞാൻ പറയുന്നത് അപ്ലൈൻ ലീഡേഴ്സിനോടാണ്. കൂടെ വന്ന ഈ പുതിയ ആളുകളെ വീട്ടിൽ പോയിരുന്ന് അവർക്ക് അറിയാവുന്ന ആളുകളുടെ ലിസ്റ്റ് നിങ്ങൾ തയ്യാറാക്കി കൊടുക്കണം. കാരണം അവരിതിൽ MBA എടുത്ത് വന്ന ആളുകളല്ല. നമ്മളാണ് ഫീൽഡിൽ പണിയെടുത്ത് NDOPയും RTPയും ഒക്കെ പോയി കേട്ട് മനസ്സിലാക്കി എക്സ്പീരിയൻസ് ചെയ്യപ്പെട്ടത്. അപ്പൊ നമ്മൾ കൂടെ ഇരുന്ന് ലിസ്റ്റ് ഉണ്ടാക്കണം. അവരെ എന്ത് ചെയ്യണം? കസ്റ്റമറെ ഓൺബോർഡിങ് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ പ്ലാറ്റ്ഫോമിലേക്ക് കയറ്റാൻ വേണ്ടിയിട്ടുള്ള പണിയെടുക്കേണ്ടത് നമ്മളാണ്. ഫോളോ അപ്പ് ചെയ്യേണ്ടത് പുതിയ ആളാണെങ്കിലും അവരെ ഒരു ഡിസ്ട്രിബ്യൂട്ടർ ആക്കി മാറ്റേണ്ട അടുത്തൊരു സെഷനിലേക്ക് കൊണ്ടുപോകേണ്ടത് നമ്മളെ ഉത്തരവാദിത്തം. എന്തുകൊണ്ടെന്നോ? അയാള് ചെയ്യട്ടെ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് നമ്മളോട് അത്ര ആഗ്രഹമോ അല്ലെങ്കിൽ ഡിസയറോ ഒന്നും ഉണ്ടാവില്ല. നമ്മുടെ ആവശ്യമാണ് നമ്മുടെ കൊടുത്ത ഒരു പ്ലാന് കൊടുത്ത ഒരാള് നമ്മുടെ കൂടെ നമ്മുടെ ടീമിൽ ജോയിൻ ചെയ്യാന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തം, നമുക്ക് വേണ്ടിയാണ്. അല്ലാതെ എന്റെ അസോസിയേറ്റ്സിന്റെ ഉത്തരവാദിത്തം അവൻ വേണമെങ്കിൽ ചെയ്തോട്ടെ എന്ന് ചിന്തിക്കുന്ന അപ്പീൽ ലീഡർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ നാശത്തിന്റെ വഴി നിങ്ങൾ തന്നെ വെട്ടി എന്നുള്ളതാണ്. കോർ റാങ്കിങ് സിസ്റ്റം ഉണ്ട് എല്ലാവർക്കും. ഒരു 4 പേരോ 5 പേരോ ആണെങ്കിലും അവർക്ക് എന്ത് ചെയ്യാം? 10,000 കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളെ കോറിലേക്ക് അല്ലെ? പിന്നീട് അവർ 50,000 കിട്ടുമ്പോൾ 10,000ന്റെ കോർ അവിടെ മാറ്റി വെക്കുക. ഇവര് 50,000 രൂപ കിട്ടിയ ആളുകളുടെ കോറിലേക്ക് നിങ്ങൾ മാറ്റണം. പിന്നീട് 1 ലക്ഷത്തിന്റെ 5 ലക്ഷത്തിന്റെ 25 ലക്ഷം 10 ലക്ഷം 50 ലക്ഷം അതേപോലെ 75 ലക്ഷം അല്ലെ? മനോജ് സാറിന് ഒരു കോർ ഉണ്ടല്ലേ? 50 ലക്ഷത്തിന്റെ മുകളിലുള്ള ഒരു കോർ ഉണ്ട് കിട്ടിയ ആൾക്കാരുടെ. 25 ലക്ഷത്തിന്റെ 50 ലക്ഷത്തിന് ഇടയിലുള്ള ആളുകളുടെ കോർ ഉണ്ട്. 10 ലക്ഷം മുതൽ 25 ലക്ഷം വരെയുള്ള ആളുകളുടെ കോർ ഉണ്ട് അല്ലെ? ഇതൊക്കെ നടക്കും. അത് നടത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പണിയെടുക്കുന്നത്. നമുക്ക് ഉണ്ടാവണം ഇതേപോലെ ഒരു കോർ. ആ ഒരു വിഷൻ നമുക്ക് വേണം. ലീഡർഷിപ്പ് ഡെവലപ്മെന്റ് ചെയ്യാനുള്ള എല്ലാ പരിപാടികളും നമ്മൾ എന്ത് ചെയ്യണം? പ്ലാൻ ചെയ്യണം. ഇന്ന് ഏറ്റവും നല്ല കുറെ ട്രെയിനേഴ്സിനെ കിട്ടാണ്ട്, നല്ല ക്ലിനിക്കൽ ഹിപ്നോതെറാപ്പി ഒക്കെ ചെയ്യുന്ന, നമ്മുടെ സയന്റിഫിക്കലി ഒരു ന്യൂറോ പാത്ത് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് തരാൻ പറ്റുന്ന ട്രെയിനേഴ്സ് ഒക്കെ ഉണ്ട് ഇഷ്ടം പോലെ. അവരെയൊക്കെ തേടി പിടിച്ച് നിങ്ങളുടെ ടീമിലുള്ള 10 പേരെ അവരുടെ ട്രെയിനിങ് സെഷനിലൊക്കെ കൊണ്ടുപോകുക. അതിന് 5,000 10,000 PP വിജയൻ സാർ പോലത്തെ, മനോജ് സാർ പോലത്തെ ഒരുപാട് ആളുകളുണ്ട്. അവരുടെ ക്ലാസ് ഒക്കെ നടക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ ടീമുമായിട്ട് 4-5 ആൾക്കാർ ഒരു 4,000-5,000 രൂപയാണ് ഒരു മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂറിലെ അവരുടെ ക്ലാസിന്റെ ഫീസ് വരുന്നത്. അതൊക്കെ കൊടുത്തിട്ട് അറ്റൻഡ് ചെയ്യാം. അങ്ങനെ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക? അപ്ഡേറ്റ് ചെയ്യപ്പെടും. നിങ്ങൾ ടീമിൽ അതേപോലെ ലീഡർഷിപ്പ് ട്രെയിനിങ്ങുകളൊക്കെ വെക്കുക. ഇത്രയും കാര്യങ്ങൾ ഒരു നെറ്റ്വർക്കിലേക്ക് ഇറങ്ങുന്ന സമയത്ത് നമുക്ക് ഉണ്ടാവണം. അതിനെ പറ്റിയുള്ള ചിന്ത.
അപ്പൊ ഇത് കേൾക്കുന്ന സമയത്ത് കൺഫ്യൂഷൻ ഉണ്ടാകണ്ട. ഇത് വളരെ 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 സിമ്പിൾ ആയിട്ടുള്ള കാര്യം. ലീഡ് ജനറേഷൻ, ഫസ്റ്റ് സ്റ്റെപ്പ് ലീഡ് ജനറേഷൻ. എന്താണ് ലീഡ് എന്ന് വെച്ച് കഴിഞ്ഞാല്, നമുക്ക് നമ്മുടെ നാട്ടില് ഒരുപാട് ആളുകളുണ്ട് അല്ലെ, പലതരത്തിലുള്ള ആളുകളുണ്ട്. അവരെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മള് ഒരു ചൂണ്ടയെടുത്തിട്ട് മീൻ പിടിക്കാൻ നിൽക്കുന്ന പോലെ നമ്മൾ എന്ത് ചെയ്യണം? അവരെ നമ്മുടെ കൂടെ കിട്ടണമെന്ന് ആഗ്രഹിക്കും, ക്ഷമയോടെ അല്ലെ. ചൂണ്ടയിടാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനില്ലേ, ഇതില് ദൈവ സാഹചര്യം ആ ചൂണ്ടയെ കോത്തിരിക്കുന്ന മേഘട്ടാ, നിങ്ങൾക്ക് പിക്ചർ കാണാം, നമ്മുടെ കയ്യിൽ മേഘട്ടാ അല്ലെ. അപ്പൊ നമ്മൾ ആകർഷിക്കണം. ഒരു ലീഡ് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പ്രൊഡക്റ്റ് കൊടുത്ത വീട്ടിൽ നിന്ന് ലീഡ് കിട്ടും. എപ്പോഴാണ് കിട്ടുക? അവരോട് നിങ്ങൾ ഈ പ്രൊജക്ട് പറയുന്ന സമയത്ത്, അല്ലെങ്കിൽ ഈ പ്രൊഡക്റ്റിന്റെ കാര്യങ്ങൾ പറയുന്ന സമയത്ത് അവർ പറയും ഇന്ന സ്ഥലത്ത് ഒരാളുണ്ട്, ഒന്ന് ചെന്ന് നോക്കി, ഞാനൊന്ന് വിളിച്ച് പറയാൻ. അതൊരു ലീഡാണ്. ലീഡ് എന്താണെന്ന് അറിയില്ല എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിലാണ് ഞാൻ നിങ്ങളോട് ഇങ്ങനെ പറയുന്നത്. മറ്റൊന്ന്, ആ വീട്ടിൽ നിന്ന് നിങ്ങളുടെ സുഹൃത്ത്, നിങ്ങളുടെ ഡിസ്ട്രിബ്യൂട്ടർ പറയും എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവൻ ഇപ്പൊ ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ട്, നമുക്കൊന്ന് ചെന്ന് നോക്കാം എന്ന് പറയുമ്പോൾ അതൊരു ലീഡാണ്. നിങ്ങൾക്ക്, നിങ്ങൾ കസ്റ്റമർ ആയിട്ടില്ല, നിങ്ങൾ ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ടില്ല, ഒരു ലീഡാണ്. ഈ ലീഡ് ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ചെയ്യുന്ന ഒരാൾ ആദ്യം ചെയ്യുന്നത്. അങ്ങനെ എന്ത് ചെയ്യണം? അവരെ പോയി കണ്ട് കസ്റ്റമർ ആക്കി റിക്രൂട്ട് ചെയ്ത് നമ്മളെ കൂടെ കൂട്ടുന്ന പണിയാണ് നമ്മൾ ചെയ്യേണ്ടത്. സിമ്പിൾ ആണ്, ഈസിയാണ്. അതിന്റെ പ്രോസസ് എന്ന് വെച്ചാല്, ആദ്യം നമുക്കൊരു പ്ലാൻ വേണം. ഓക്കെ, ഫിഗർഡ് ഔട്ട് യുവർ നീഡ്സ്. നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഫിഗർ ഔട്ട് ചെയ്യണം. എനിക്ക് എന്ത് ചെയ്യണം? ഈ ഒരു 3 മാസം കൊണ്ട് എനിക്ക് വീടെടുക്കണം, അല്ലെങ്കിൽ 3 വർഷം കൊണ്ട് വീടെടുക്കണം അല്ലെ. എനിക്ക് ഒരു 3 മാസം കൊണ്ട് എന്ത് ചെയ്യണം? ഒരു പവന്റെ വളയെങ്കിലും വാങ്ങണം. അങ്ങനെ ചിന്തിച്ച ആളുകൾ ഈ കൂട്ടത്തിലുണ്ടോന്നല്ല. വളരെ, ഞാൻ ഇതുവരെ ഗ്രൂപ്പിലൊന്നും കണ്ടിട്ടില്ല ഒരു പവന്റെ വള വാങ്ങിയതോ, അല്ലെങ്കിൽ ഒരു മുക്കുത്തി വാങ്ങിയതോ, ഒരു സ്റ്റഡ് വാങ്ങിയതോ, അല്ലെങ്കിൽ ഈ നമ്മുടെ കൊച്ചുമക്കൾക്ക് ഒരു എന്താ പറയാ, ഒരു 5000-10000 രൂപയുടെ ഒരു സ്റ്റഡ്, ഡയമണ്ടിന്റെ സ്റ്റഡ് വാങ്ങിക്കൊടുത്ത ആളുകളൊന്നും ഗ്രൂപ്പിൽ ഫോട്ടോ ഒന്നും കണ്ടിട്ടില്ല ഞാൻ. നിങ്ങൾ അങ്ങനെ ചിന്തിക്കും. നിങ്ങളിപ്പോൾ കോടികളെ പിന്നാലെ ഓടുന്നതുകൊണ്ട് ചെറിയതൊന്നും നിങ്ങൾ കാണുന്നില്ല. കാരണം നിങ്ങളെ മൈനസ് കോടിക്ക് പിന്നാലെ. ചെറിയ ചെറിയ എന്ത് ചെയ്യാ, ഒരു ആവശ്യങ്ങൾ എഴുതി വെക്കുക. ഒരു ചാക്ക് അരി വാങ്ങിക്കൊടുക്കുക വീട്ടില് അല്ലെ, 1 ലിറ്റർ വെളിച്ചെണ്ണ വാങ്ങിക്കൊടുക്കുക. അതൊരു ആവശ്യങ്ങളാണ് വീട്ടിന്റെ. നിങ്ങൾ എന്ത് ചെയ്യുക? വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ഇന്ന് ഫാമിലി ബോണസ് കിട്ടിയ 3000 രൂപക്ക് വളരെ എന്താ പറയാ, കംഫർട്ടായിട്ട് ഈ 2000 ജീവിക്കാൻ പറ്റുന്ന എല്ലാ സാധനവും വാങ്ങി വീട്ടിൽ പോവാം. അപ്പൊ തന്നെ അവിടെ എന്തുണ്ടാവും? അവിടെ ഒരു പോസിറ്റിവിറ്റി ഉണ്ടാവും. ഇവന് പൈസ കിട്ടുന്നുണ്ട്, നാട്ടുകാരെയും വീട്ടുകാരെ അറിയിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലത് ആവശ്യമുള്ള സാധനങ്ങൾ ലേവിഷായി വാങ്ങിക്കൊടുക്കുക. നിങ്ങൾ വാങ്ങിക്കൊടുക്കുന്നതിന് എന്താ പ്രശ്നം? നാളെ 6800 രൂപ കിട്ടൂലേ? 3000 പോയാൽ എന്താ, 30000 രൂപയുടെ മൂല്യം കിട്ടും, 3 കോടിന്റെ മൂല്യം കിട്ടും. മെല്ലെ നിങ്ങളൊരു 50000 രൂപ കിട്ടുന്ന സമയത്ത് 20000 രൂപ കൊടുത്തിട്ട് ഒരു ആക്റ്റീവ വാങ്ങണം. വാങ്ങുന്നതിന് മുന്നേ, ആക്റ്റീവ കമ്പനിയുടെ പേര് പറഞ്ഞാൽ ഒരു സ്കൂട്ടി എങ്കിലും വാങ്ങണം. വാങ്ങുന്നതിന് മുന്നേ നിങ്ങൾ എന്ത് ചെയ്യണം? ഡ്രൈവിംഗ് പഠിക്കണം. നിങ്ങൾ ഈ ബിസിനസ് ഫീൽഡിൽ ഇറങ്ങുമ്പോൾ തന്നെ ഡ്രൈവിങ്ങിന് പോകണം. ആകെ 5000 രൂപ കൊടുത്ത ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടും. അങ്ങനെ മാറണം. മാറി ഓരോരുത്തരും എന്ത് ചെയ്യണം? നിങ്ങൾ അപ്പോഴാണ് ആളുകൾ ശ്രദ്ധിക്കുക. അപ്പൊ നേരത്തെ പറഞ്ഞ ഒരു 5-8 കാറ്റഗറിയിലെ ആളുകൾ നിങ്ങളെ നോക്കി സമ്മതിച്ചിരിക്കുന്നു എന്ന് പറയും. ഇത് 2 കൊല്ലമായിട്ട് ഒരു മാറ്റമില്ല, അതേ ഷർട്ട് തന്നെ, അതേ പെയിന്റ് തന്നെ, അതേ സാരി തന്നെ, അതിനാണെങ്കിൽ കളറും ഇല്ല. ഇങ്ങനെ നടക്കുന്നത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒന്നുമില്ലാതെ കുറെ ആളുകൾ ഇതിൽ നിന്ന് ഒഴിവായി പോകുന്നു. ചെറിയ കാര്യങ്ങൾ ചെയ്യുക, ആളുകളെ ശ്രദ്ധ ആകർഷിക്കുന്ന തരത്തിലേക്ക്. കാറ് ഇല്ലാത്തവര് കാറ് വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ഒരു 6 മാസം കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ട് എന്ത് ചെയ്യുക? ഒരു 5 ലക്ഷം രൂപ ഉണ്ടാക്കുക, ഒരു കാറ് വാങ്ങുക. ഒരു ചെറിയ ആൾട്ടോ ഇയോണോ എന്തെങ്കിലും മതി. സെറ്റ് യുവർ ഗോൾസ്, അതിനെ പറയാ സെറ്റ് യുവർ ഗോൾസ്. ആദ്യം നിങ്ങൾക്ക് പ്രാപ്യമാകുന്ന ചെറിയ ലക്ഷ്യങ്ങൾ സെറ്റ് ചെയ്ത് അത് നേടി കാണിച്ചു കൊടുക്കുമ്പോൾ ടീമിനൊരു കോൺഫിഡൻസ് ഉണ്ടാവും. ആ കോൺഫിഡൻസ് ആണ് നിങ്ങളിലുള്ള വിശ്വാസം. എന്റെ കൂടെ കുറെ ലീഡേഴ്സ് ഉണ്ടെങ്കിൽ, ഇതിലുള്ള പല ലീഡേഴ്സിന്റെ കൂടെ ലീഡേഴ്സ് ഉണ്ടെങ്കിൽ, ഞാൻ എന്നെ കൊണ്ട് പറഞ്ഞു വെച്ചാൽ എന്റെ വാക്കുകൊണ്ട്, ഞാൻ നിങ്ങൾ രാവിലെ ഭഗത്ത സാറ് സംസാരിക്കുന്ന സമയത്ത് 1 മിനിറ്റ് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാൻ പറഞ്ഞു അല്ലെ. പ്രാർത്ഥിക്കുന്ന ശീലങ്ങളുള്ള ആളുകളുണ്ടാവും, ഇല്ലാത്ത ആളുകളുണ്ടാവും. ഞാൻ എപ്പോഴും പറയാറുണ്ട്, മനസ്സുകൊണ്ട് ആലോചിക്കുക, ഇന്ന് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാൻ, മറ്റുള്ളവർക്ക് വേദന ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് തീർക്കാനും സമയത്തിന് ഇത് തീർക്കാനും കൂടിയിട്ടുള്ള ഒരു സപ്പോർട്ട് തരണേ ദൈവമേ എന്നുള്ളതാണ് ഞാൻ പ്രാർത്ഥിച്ചത്. അത് എന്താ പറയാ, അറിഞ്ഞോ അറിയാത്ത ചില വാക്കുകൾ ചിലപ്പോൾ ചില ആളുകൾക്ക് വേദന ഉണ്ടാക്കും. അതിൽ പോകണമെന്നുള്ളതാണ്. അതുപോലെ നമുക്കൊരു
എന്തിനു മുന്നേ നമുക്കൊരു ബോധം ഉണ്ടാകുന്ന നല്ലതാണ്. അണ്ടർസ്റ്റാൻഡ് വാട്ട് യുവർ കസ്റ്റമേഴ്സ് വാണ്ട്. നമ്മുടെ കൂടെ ജോയിൻ ചെയ്ത ആളുകളുടെ ആവശ്യം എന്താ നമുക്കറിയാം. നമ്മുടെ അസോസിയേഷനിൽ നമ്മുടെ ഡൗൺലൈനിലുള്ള ആളുകളുടെ ആവശ്യങ്ങൾ അറിയണം. നമുക്ക് ഫാമിലി ബോണസ് കിട്ടാൻ വേണ്ടി അവരെ യൂട്ടിലൈസ് ചെയ്യുന്ന തരത്തിലാണ് നിങ്ങളുടെ മൈൻഡ് സെറ്റ് എങ്കിൽ ഭയങ്കരമായിട്ട് നിങ്ങൾ സ്ട്രഗിൾ ചെയ്യും ഈ ഒരു ഇൻഡസ്ട്രിയിൽ ജയിക്കാൻ. അപ്പൊ അവരുടെ ആവശ്യങ്ങൾ അനുസരിച്ച് അവർക്കൊരു വരുമാനം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയായിരിക്കണം ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ടത്. വാട്ട് ദേ വാണ്ട്, അവർക്ക് അത് കിട്ടുമ്പോ യു വിൽ ഗെറ്റ് വാട്ട് യു വാണ്ട്. MLM-ന്റെ തിയറിയാണ്. അപ്പൊ എന്ത് ചെയ്യണമെന്ന് വെച്ചാല് ആ ഒരു പ്ലാനോട് കൂടി ഇറങ്ങുമ്പോ നമുക്ക് കിട്ടിയ ലീഡ് ഉണ്ടാവുമല്ലോ, അവരോട് എന്ത് ചെയ്യണം, അവർക്ക് ഓഫർ കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. അവർക്കൊരു മെസ്സേജ് കൊടുക്കാൻ സാധിക്കണം. അത് വാട്സപ്പിലാണെങ്കിലും കമ്മ്യൂണിക്കേഷൻ ചെയ്തുകൊണ്ടാണെങ്കിലും ഡയറക്റ്റ് ആണെങ്കിലും ഇതിന്റെ കണ്ടന്റ് അവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു കഴിവ് നിങ്ങൾ വികസിപ്പിക്കണം. അല്ലെ, നിങ്ങളിപ്പോ പറയുന്നത് അസുഖം മാറുന്ന കഥ പറഞ്ഞിട്ടാണ് കുറെ ആളുകളെ ജോയിൻ ചെയ്യിപ്പിച്ചത്. അവരൊക്കെ അസുഖം മാറി തിരിച്ചു പോയി, അവരവരെ പണിക്ക് പോയിട്ടാണ്. എനിക്ക് പറയുന്ന കണ്ടന്റ് എന്താണെന്ന് വെച്ചാൽ 3 ലക്ഷം വാങ്ങിയാൽ നമുക്ക് ഒരുമിച്ച് തായ്ലൻഡ് പോവാം. പറഞ്ഞൂടെ? എത്ര പേര് നിങ്ങൾ പറയുന്നുണ്ട്? UP-കളൊക്കെ പ്ലാൻ പ്രസന്റേഷൻ മാറ്റണം. സ്റ്റാർട്ടിങ്ങിൽ ഞാൻ പറയുന്നത് പ്ലാന് പറയുമ്പോൾ തന്നെ എന്തുവാണ് ശരിക്കും നമ്മളെ ടൂർ പാക്കേജ് പറയാം. ഈ ടൂർ പാക്കേജ് നേടിയെടുക്കാനുള്ള ഒരു വഴിയാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്ന നമ്മുടെ ബിസിനസ് പ്ലാൻ. മിറാക്കിളാണ്, കോടികൾ ആളുകൾ വാങ്ങിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അവരെ എന്ത് ചെയ്യുക, കൺവേർട്ട് ചെയ്യുക. കമ്മ്യൂണിക്കേഷൻ അവരുമായിട്ട് നല്ല രീതിയിൽ നിങ്ങളെ ലീഡുമായി നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ എന്ത് ചെയ്യുക, കറക്റ്റ് കീപ്പ് ചെയ്യുക. അവര് ജോയിൻ ചെയ്താലില്ലെങ്കിലും കമ്മ്യൂണിക്കേഷൻ കട്ടാവരുത് ഒരിക്കലും. അങ്ങനെ എന്ത് ചെയ്യണം, ആളുകളെ നമ്മള് ആ ലീഡ് കിട്ടിയാൽ ആ ലീഡിനെ അവര് നമുക്ക് സ്ട്രേഞ്ചർ ആയിരിക്കാം, നമുക്ക് പരിചയമുള്ള ആളുകളായിരിക്കാം, പക്ഷെ നമുക്കൊരു ലീഡ് മാത്രമാണ്. ഇപ്പോൾ ലീഡ് മാത്രമാണ്, അവരിലേക്ക് നമ്മൾ എത്തുന്നേ ഉള്ളൂ. എത്തിക്കഴിഞ്ഞാൽ അവരെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആക്കി മാറ്റണം. അതിനാണ് BOP സെന്ററുകൾ, അല്ലെങ്കിൽ അപ്ലൈനെ കൂട്ടിക്കൊണ്ടുപോകുക, 1 to 1 കൊടുത്ത്. അല്ലെ, ഈ ഒരു സിസ്റ്റം മാത്രമേ ഉള്ളൂ. വളരെ വളരെ സിമ്പിൾ ആണ് ഇതിൽ ടീം ബിൽഡ് ചെയ്യാന്നുള്ളത്. ഇതിൽ 2 പാർട്ടാണുള്ളത്. ഒന്ന് സെയിൽസും മറ്റൊന്ന് ടീം ബിൽഡിംഗ് ആണ്. അല്ലെ, സെയിൽസ് രണ്ടിന്റെയും കാര്യത്തില് ഒരു എന്താ പറയാ, ഈ ലീഡ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് 3 ടൈപ്പ് ലീഡാണ് ഉണ്ടാവുക. ഒന്ന് ഹോട്ട് ലീഡ്, മറ്റൊന്ന് വാം ലീഡ്, കോൾഡ് ലീഡ്. ഹോട്ട് ലീഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വാസമുള്ള, നമ്മളെ വിശ്വാസമുള്ള എല്ലാ ആളുകളെയും നമുക്ക് ഈ ഒരു കാറ്റഗറി പെടുത്താം. അതിന് മുന്നേ ഒരു പുതിയ കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏജ്ഡ് ലീഡ്സ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. പ്രത്യേകിച്ച് നമ്മളെ സംബന്ധിച്ചിട്ട് ഈ 2, 3, 4 വർഷം മുന്നേ ജോയിൻ ചെയ്ത് കുറച്ച് കാലം വർക്ക് ചെയ്ത് തിരിച്ചു പോയ കുറെ ആളുകളുണ്ട് അല്ലെ നമ്മുടെ കൂടെ. അവരെന്ത് ചെയ്യണമെന്നോ, നമ്മൾ വീണ്ടും പോയി കണ്ടിട്ട് റീ എൻഗേജ്മെന്റ്, വീണ്ടും എന്ത് ചെയ്യണം, നമ്മളെ കൂടെ കൂട്ടാൻ വേണ്ടി നമ്മൾ അവരെ പോയി കാണും. ഇത് ലിസ്റ്റ് ഇടുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, ഹോട്ട് ലീഡ്, വാം ലീഡ്, കോൾഡ് ലീഡ് എന്നുള്ള ലിസ്റ്റ് ഉണ്ടാവും. കോൾഡ് ലീഡിന്റെ ലിസ്റ്റ് അവിടെ നിൽക്കട്ടെ. ഈ പറഞ്ഞ കാര്യങ്ങളിൽ ആദ്യത്തെ ഏജ്ഡ് ലീഡ്സ് നിർത്തിയ കുറെ ആളുകൾ ഇപ്പൊ എന്ത് ചെയ്യണം, 5000 അല്ല 6800 രൂപയാണ്. റീപർച്ചേസ് വന്നിട്ടുണ്ട്, റീറ്റെയിൽ ഉണ്ട്, ടൂർ പാക്കേജ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ പോയി കണ്ട് സംസാരിച്ച്, നേരിട്ട് സംസാരിക്കണം കേട്ടോ. പോയി നേരിട്ട് സംസാരിച്ച് വീണ്ടും എന്ത് ചെയ്യണം, നിങ്ങളെ കൂടെ വർക്ക് ചെയ്യിക്കണം. എന്തുകൊണ്ടാന്ന് വെച്ചാൽ അവർ ഓൾറെഡി എക്സ്പീരിയൻസ്ഡ് ആണ്, പല കാരണങ്ങൾ കൊണ്ട് നിന്ന് പോയതാണ്. അപ്പൊ നമ്മുടെ വരുമാനം കാണിച്ചുകൊണ്ട് വേണം അവരെന്ത് ചെയ്യും, നമ്മുടെ കൂടെ കൂട്ടാൻ വേണ്ടി. അപ്പൊ അവരെന്ത് ചെയ്യും, നല്ല കുതിര ഓടുന്നത് പോലെ ഓടും. ഇന്ന് മുതൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു പ്രോസസ്സ് സീരിയസ് ആയിട്ട് എടുക്കുക. ഏജ്ഡ് ലീഡ്സ് എന്ത് ചെയ്യുക, പോയി കണ്ടിട്ട് റീസ്റ്റാർട്ട് ചെയ്യുക വീണ്ടും ബിസിനസ്. ഓക്കെ, ഓൾറെഡി ക്രൈറ്റീരിയ ഫുൾഫിൽ ചെയ്ത ആളുകളായിരിക്കും, അല്ലെങ്കിൽ പിന്നെ വേറെ കാരണവശാലും നിർത്തിയ ആളുകളായിരിക്കും. അങ്ങനെയാണെങ്കിൽ ID മാറ്റി അടിച്ചിട്ടാണെങ്കിൽ ശരി, അതേ സ്ഥലത്താണ് പുരുഷൻ ഉള്ളതെങ്കിൽ അവിടെയാണെങ്കിലും അവരെ കൊണ്ട് എന്ത് ചെയ്യുക, റീസ്റ്റാർട്ട് ചെയ്യിക്കുക. അപ്പൊ അവരെന്ത് ചെയ്യും, വളരെ ഈസിയായി നമ്മളെക്കാൾ ഭംഗിയായിട്ട് ഈ ബിസിനസ് ചെയ്യും. ഇനി ഹോട്ട് ലീഡിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ, നമ്മൾ സാധാരണ ഹോട്ട് ലീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൊളീഗ്സ്, നമ്മുടെ കുടുംബം, നമ്മുടെ സ്വന്തം ആൾക്കാരെയാണ് സാധാരണ പറയാറുള്ളത്. കാലം മാറി 2020 ശേഷം ഹോട്ട് ലീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ വിശ്വാസമുള്ള ആളുകളാണ് എന്റെ ഹോട്ട് ലീഡ്. അത് ചിലപ്പോൾ മാവനാവാം, അല്ലെ, അപ്പച്ചനാവാം, അളിയനാവാം. ഞാൻ എന്തിനാ പറയുന്നതോ, ഇനി നിങ്ങൾ ഇതൊന്ന് നോട്ട് ചെയ്യണം. നിങ്ങൾക്ക് ഫാമിലി ബോണസും വരുമാനവും കിട്ടാൻ വേണ്ടി ഏറ്റവും എളുപ്പമുള്ള വഴി ഹോട്ട് ലീഡിനെ നേരിട്ട് പോയി കാണുമെന്നുള്ളതാണ്. നിങ്ങളെ കൂടെ ഒരാൾ വന്നു, 50 PB 100 PBയുടെ ക്രൈറ്റീരിയ ഫുൾഫിൽ ചെയ്യണമെങ്കിൽ അവർ ആദ്യം പോയി എടുക്കുന്ന സെയിൽസ് അവരുടെ ഏറ്റവും അടുത്തുള്ള ബന്ധുക്കളുടെയോ സുഹൃത്തുക്കളുടെയോ സെയിലാണ്. സ്വർണം ആ സെയിൽ എടുക്കുന്ന സമയത്താണ് അവിടെ ക്രൈറ്റീരിയ ഫുൾഫിൽ ആകുന്നത്. പിന്നീട് അവരുടെ തെപ്പ് കഥക്കും അവിടെ നിൽക്കും.
ആട് വെള്ളം കണ്ടതുപോലെ നിൽക്കുന്ന അറിയാം ആളുകൾ. ക്രൈറ്റീരിയ സെറ്റാക്കി നിൽക്കുന്ന ആളുകൾ നിങ്ങളെ കൂടെ ഇല്ലേ? അവരെയാണ് നമ്മൾ ഇനി പഠിപ്പിക്കേണ്ടത്. ഈ ഹോട്ട് ലീഡ് ആയ ആളുകളെടുത്ത് ഇന്ന് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? ലിസ്റ്റ് എഴുതണം. നിങ്ങളുടെ ഏറ്റവും നിങ്ങൾക്ക് സ്വാധീനമുള്ള, വാങ്ങാൻ റെഡി ആയിരിക്കും, ട്രസ്റ്റഡ് റിലേഷൻഷിപ്പ് അല്ലെ, വിശ്വാസമുള്ള ബന്ധങ്ങളുള്ള ആളുകളെ ലിസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളുകളുടെ ലിസ്റ്റ് ചെയ്യുക. നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങളോട് നോ പറയൂല. നിങ്ങൾ രക്ഷപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരു പ്രൊഡക്റ്റ് വാങ്ങുന്ന ആളുകളുണ്ട് നിങ്ങൾക്ക് അല്ലെ, അവരുടെ ലിസ്റ്റ് ചെയ്യുക. ഇൻഫ്ലുവൻസ്ഡ് വൺ, നിങ്ങൾക്ക് സ്വാധീനിക്കാൻ പറ്റുന്നതും നിങ്ങളെ സ്വാധീനിച്ചതും പറഞ്ഞാൽ തള്ളില്ല എന്ന് ഉറപ്പുള്ള ആളുകളുടെ ലിസ്റ്റ് ചെയ്യുക. അതൊരു 100 പേരുണ്ടെങ്കിൽ 90% സെയിലും ക്ലോസ് ചെയ്യപ്പെടും. അറിഞ്ഞോ അറിയാതെയോ ദൈവം സഹായിച്ചിട്ട് നിങ്ങൾ ഇപ്പൊ പലരും എടുത്ത സെയിലൊക്കെ നിങ്ങളെ ഹോട്ട് ലീഡിന്റെ സെയിലാണ്. ഇതിനെ നമ്മളൊന്ന് സിസ്റ്റമാറ്റിക് ആക്കിയെന്നേ ഉള്ളൂ. അപ്പൊ ഇതിന്റെ രണ്ടാമത്തെ വേർഷനാണ് വാം ലീഡ് എന്ന് പറയുന്നത്. ഈ ഹോട്ട് ലീഡിൽ ആളുകൾ തീരുമ്പോഴാണ് നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടർ പണി നിർത്തിയിട്ട് പോകുന്നത്. പിന്നെ ആളില്ല, ഇവർക്ക് ആളെ കിട്ടുന്നില്ല എന്ന് പറയും. ക്ലിയർ ആണോ? എങ്ങനെ ആളെ കിട്ടുന്നുള്ളതാണ് അടുത്തത്. ഇതുവരെ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഒരു ചാറ്റ് ബോക്സിൽ എന്തെങ്കിലും ഒരു മെസ്സേജ് തന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. മനസ്സിലായി കാണുമോ എന്ന് എനിക്കറിയില്ലല്ലോ. ഇത് സൂമിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. ഓക്കെ ആണോ? എന്റെ കൂടെ ഉണ്ടോ? ഒരു തമ്പ് ചാറ്റ് ബോക്സിലേക്ക് ഇട്ടാൽ മതി. ഓക്കെ ഓക്കെ, താങ്ക് യു. ബോറടിച്ചിട്ട് ഇത് ഓണാക്കി വെച്ചിട്ട് വേറെ എവിടെയും പോയിട്ടുണ്ടെങ്കിലോ? അങ്ങനെ ഉണ്ടല്ലോ. അപ്പൊ കുറച്ചാളുകൾ കേൾക്കുന്നുണ്ട്. ഓക്കെ, അപ്പോ ഇത് നിങ്ങൾ എന്ത് ചെയ്യണം? ഇന്ന് തന്നെ പ്രാക്ടീസ് ചെയ്യണം. എന്തുകൊണ്ടാണോ? ഹോട്ട് ലീഡിലാണ് ഏറ്റവും കൂടുതൽ റിക്രൂട്ട്മെന്റ് നടന്നില്ലെങ്കിലും സെയിൽസ് നടക്കുക. സെയിൽസ് കിട്ടുമ്പോഴാണ് നമുക്ക് എന്തുണ്ടാവുക? വരുമാനം ഉണ്ടാവുക അല്ലെ? ഇതിൽ പലരും നിങ്ങളെ എന്ത് ചെയ്യും? സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഒരു പ്രൊഡക്റ്റ് വാങ്ങുന്ന ആളുകളായിരിക്കും. പലതും ഫാമിലി കിറ്റാണ് വാങ്ങുക. അതാണ് ഇതിന്റെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത്. ഇവിടെയാണ് നമ്മൾ വരുമാനം ഉണ്ടാക്കുന്നത്. ഞാനാണെങ്കിലും പവിത്ര സാറാണെങ്കിലും ഞങ്ങൾ ജോയിൻ ചെയ്ത് ഞങ്ങൾ പ്രോഗ്രാം വെച്ചപ്പോൾ വന്ന 200ഓളം ആളുകളിൽ പലരും ഞങ്ങളെ ഇഷ്ടപ്പെട്ട ആളുകളാണ്. പല മേഖലകളിൽ ഞങ്ങളുടെ നാട്ടിൽ ഇവിടെ പല പരിപാടികളായിട്ട് നടന്ന ആളുകളാണ്. അപ്പോ ഇഷ്ടപ്പെട്ട ആളുകളാണ്. അവരെന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? പലരും പ്രൊഡക്റ്റ് വാങ്ങിയിട്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങള് സ്റ്റാർട്ട് ചെയ്ത് ഒരു എന്താ പറയാ 3 മാസം 4 മാസം ആകുമ്പോഴേക്ക് 2 ലക്ഷം രൂപക്ക് മുകളിൽ അന്ന് തന്നെ വരുമാനം കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ഈ ഹോട്ട് ലീഡാണ്. പിന്നീട് നമ്മളൊന്ന് സ്ട്രഗിൾ ചെയ്യും, എല്ലാവരും സ്ട്രഗിൾ ചെയ്യും. ഓക്കെ, ആ സ്ട്രഗിൾ കുറക്കാൻ വേണ്ടിയിട്ടാണ് ഈ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് വാം ലീഡാണ്. വാം ലീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ടേം കേട്ടിട്ട് നിങ്ങൾ കൺഫ്യൂഷൻ ആവരുത്. ടിപ്പിക്കലി എ വാം ലീഡ് ഇസ് എ സെയിൽസ് പ്രോസ്പെക്ട് ഹു ഹാസ് ഷോൺ ഇൻട്രസ്റ്റ് ഇൻ യുവർ പ്രൊഡക്റ്റ് ഓർ സർവീസസ് എന്ന് പറയും. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് വെച്ചാല്, പിന്നെ പല ആളുകളും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നമ്മളൊരു കാര്യം പറയുമ്പോ ഓക്കെ കുഴപ്പമില്ല നോക്കാം, ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ ഇന്നയാളെ ഒന്ന് പരിചയപ്പെടുത്താം, ഇന്നയാളെ ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ എന്ന് പറയുന്ന ആളുകളുണ്ടാവും അല്ലെ? ചൂടുള്ള ആളുകൾ മലയാളത്തിലേക്ക് പറയുന്നത്. നമ്മൾ പറയുന്ന സമയത്ത് അത് ചൂടോടെ ഏറ്റെടുക്കുന്ന ആളുകൾ. അങ്ങനെ വിചാരിച്ചാൽ മതി. നിങ്ങൾ കൺഫ്യൂഷൻ ആവരുത്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ദേ ആർ മോർ അവെയർ ഓഫ് യുവർ ബിസിനസ്. നിങ്ങളുടെ ബിസിനസിനെ കുറിച്ച് വ്യക്തമായ ധാരണ അവർക്ക് ഉണ്ടാവും. നിങ്ങൾ പറയുമ്പോൾ നിങ്ങളെ പ്രൊഡക്റ്റിനെ കുറിച്ചും അല്ലെ, അവർ നിങ്ങളത് വാങ്ങാൻ തയ്യാറായിരിക്കും. അത് മാത്രമല്ല, നിങ്ങൾക്ക് അവരെന്ത് ചെയ്ത് തരും? കുറച്ച് ലീഡ് തരും. ഞാൻ നേരത്തെ പറഞ്ഞ സെയിം ലീഡ്. അപ്പൊ ഈ വാം ലീഡ് തരുന്ന ലീഡുകൾ പലപ്പോഴും വാം ലീഡിന്റെ ഹോട്ട് ലീഡ് ആയിരിക്കും. കൺഫ്യൂഷൻ ആകുന്നുണ്ടോ? എന്ന് വെച്ചാല് പരസ്പരം അറിയാം നമുക്ക്. ഓക്കെ, ഞാൻ അഭിലാഷ് സാർ, ഞങ്ങൾക്ക് പരസ്പരം അറിയാം. അഭിലാഷ് സാർ എറണാകുളത്താണ്, ഞാൻ നാദാപുരത്താണ്. എനിക്ക് അറിയാം. അത് എന്റെ വാം ലീഡാണ്. എന്തുകൊണ്ടാണ്? എന്നെ അറിയാം. ഓക്കെ, ട്രസ്റ്റഡ് ഒക്കെ ഉള്ളത് വേർന്ന്. ഇത് ട്രസ്റ്റ് ഒന്നുമില്ല, ഞങ്ങൾ തമ്മിൽ പരിചയമുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്. അങ്ങനെയുള്ള ആളുകളാണ് ഈ കാറ്റഗറിയിലുള്ളത്. ഈ കാറ്റഗറിയിലുള്ള ആളുകളെ ലിസ്റ്റ് നിങ്ങൾ ഇന്ന് എഴുതണം. എന്ന് വെച്ചാൽ എനിക്ക് അറിയാവുന്ന ആളുകളും അവർക്ക് എന്നെയും അറിയാം. പരസ്പരം അറിയുന്ന ആളുകൾ. വലിയ ബന്ധങ്ങളൊന്നും വേണമെന്നില്ല. പക്ഷെ നിങ്ങളൊരു കാര്യം പറയുമ്പോൾ അവർക്ക് ഈ ബിസിനസിനെ കുറിച്ച് ധാരണ ഉള്ളവരാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ്. മുന്നേ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ചെയ്ത ആളുകൾ, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ചെയ്ത് പൊട്ടിയ ആളുകൾ, നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ ഇപ്പൊ വിജയിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ. പക്ഷെ അവർക്ക് നിങ്ങൾ അറിയണം. ഓക്കെ, ഈ ആളുകളുടെ ലിസ്റ്റ് ഉണ്ടാക്കുക. നിങ്ങളുടെ ഗ്രേറ്റ് അപ്ലൈൻ ലീഡർ ആരാണോ അവരെ വിളിച്ചു കൊണ്ടുപോകണം. ID തന്ന ആളല്ല ശരിക്കും അപ്ലൈൻ ആയിട്ടുണ്ടാവും. പലർക്കും ഇവർ നിർത്തിപ്പോയിട്ടുണ്ടാവും. നിങ്ങൾ ഇപ്പോഴാരാണോ നിങ്ങളുടെ അപ്ലൈൻ ലീഡർ, ആക്റ്റീവ് അപ്ലൈൻ ലീഡർ, അദ്ദേഹത്തിനെയും കൂട്ടി ഒരു അപ്പോയിന്റ്മെന്റ് വാങ്ങിച്ചിട്ട് ഇവരുടെ അടുത്ത് പോകാൻ വേണ്ടി. അങ്ങനെ പോകുന്ന സമയത്ത്
അവർക്ക് ഒരു ആവശ്യമുണ്ടെന്ന് നമുക്കറിയണം. അത് ഫൈനാൻഷ്യൽ ആയിട്ടുള്ള ആവശ്യമായിരിക്കാം, അല്ലെങ്കിൽ ആരോഗ്യകരമായ ആവശ്യമില്ല. ഈ രണ്ട് നീഡാണ് ആളുകൾക്ക് ഉണ്ടാവും. ഇത് രണ്ടും ഉണ്ടെന്ന് നമുക്കറിയണം. അതുകൊണ്ടാണ് പരസ്പരം അറിയാവുന്ന ഒരു കൂട്ടം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ലിസ്റ്റ് കറക്റ്റ് പ്രിപ്പയർ ചെയ്യുക, അവരെ കാണുക, ലീഡറെ കൂട്ടി പോവുക, നന്നായിട്ട് സംസാരിക്കാൻ പറ്റുന്നത് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ ഒറ്റക്ക് പോവുക. ഏറ്റവും നല്ലത് ഒരാളെ കൂട്ടി പോവുക, പോയി കണ്ട് സംസാരിക്കുക. ഈസി ആയിട്ട് റിക്രൂട്ട്മെന്റ് നടക്കും. ഓക്കെ, ഈ ലിസ്റ്റ് നിങ്ങൾ എഴുതണം. പക്ഷെ നിങ്ങളുടെ ബിസിനസിനെ വളർത്തുന്നത് ഈ ലിസ്റ്റിലുള്ള 2 ലിസ്റ്റിലുള്ള ആളുകളല്ല. ഞാൻ നേരത്തെ പറഞ്ഞു, എനിക്ക് പരിചയമുള്ള അഭിലാഷ് സാറ് എറണാകുളത്ത് ഞാൻ പോയി ഈ ബിസിനസ് പറഞ്ഞു. അഭിലാഷ് സാർ ഓക്കെ പറയും. കാരണം എന്തുകൊണ്ടാണ്? പരസ്പരം അറിയാം. ഓക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അഭിലാഷ് സാർ ആദ്യം ലിസ്റ്റ് ഇടുന്നത് അദ്ദേഹത്തിന്റെ ഏറ്റവും വിശ്വസിക്കാൻ പറ്റാവുന്ന, അദ്ദേഹത്തിന് വിശ്വാസമുള്ള, അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ കേൾക്കുമെന്ന് അറിയാവുന്ന അദ്ദേഹത്തിന്റെ കുടുംബത്തിലുള്ള ആളുകളായിരിക്കും. അതാണ് ഇപ്പൊ സ്ക്രീനിൽ കാണുന്ന ഹോട്ട് ലീഡ് അല്ലെ. എന്റെ വാം ലീഡിന്റെ ഫസ്റ്റ് ലിസ്റ്റ് അവരെ ഹോട്ട് ലീഡ് ആയിരിക്കും. കൺഫ്യൂഷൻ ആവരുത്, ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത് എന്തിനാ വെച്ചാല്, നമ്മൾ പോകുന്ന സമയത്ത് നമുക്കൊരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ബോധം പോകണം. ഞാനിത് എന്തിനാണ് റിക്രൂട്ടിക്കാനാണ് പോകുന്നത് എന്നുള്ളത്. അപ്പൊ അദ്ദേഹത്തെ കൊണ്ട് ആദ്യം ലിസ്റ്റ് ഇടിക്കേണ്ടത് ഹോട്ട് ലീഡ് ആയിരിക്കണം അദ്ദേഹത്തിന്. അപ്പൊ അദ്ദേഹത്തിന് സെയിൽ ഈസി ആയിട്ട് കിട്ടും. ഓക്കെ, ഈ ഒരു പ്രോസസ്സാണ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യപ്പെടുന്നത്. ഈ 2 പ്രോസസ്സിലും നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ബിസിനസ് വളർത്തിക്കൊണ്ടുപോകുന്നത് ഈ 2 കാറ്റഗറിയിലെ ആളുകളായിരിക്കില്ല. പലപ്പോഴും കോൾഡ് ലീഡ് എന്ന് പറയുന്ന 3ാമത്തെ കാറ്റഗറിയിലെ ആളുകളായിരിക്കും. ഇവര് ഇൻ എ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്, എ കോൾഡ് ലീഡ് ഈസ് എ പൊട്ടൻഷ്യൽ കസ്റ്റമർ ഓർ റിക്രൂട്ട് who has not shown any prior interest or interaction with you, with your product or the opportunity. നിങ്ങളുടെ ബിസിനസ്സുമായിട്ടോ നിങ്ങളുടെ പ്രൊഡക്റ്റുമായിട്ടോ നിങ്ങളുമായിട്ടോ ഒരു കമ്മ്യൂണിക്കേഷനും ഒരു ഒരു ബന്ധവും വെക്കാത്ത കുറെ ആളുകൾ നിങ്ങളുടെ ടീമിൽ ഇപ്പോൾ വന്നിട്ടുണ്ടാവും. അതിന് പറയാം, അത് നിങ്ങളുടെ കോൾഡ് ലീഡാണ്. പക്ഷെ നിങ്ങളുടെ ഹോട്ട് ലീഡ് ആയിരിക്കാം, നിങ്ങളുടെ ഹോട്ട് ലീഡിന്റെ വാം ലീഡ് ആയിരിക്കാം, നിങ്ങളുടെ വാം ലീഡിന്റെ ഹോട്ട് ലീഡ് ആയിരിക്കാം, നിങ്ങളുടെ വാം ലീഡിന്റെ വാം ലീഡ് ആയിരിക്കും. ഇങ്ങനെ പറയും. കൺഫ്യൂഷൻ ആകുന്നുണ്ടോ എന്ന് വെച്ചാൽ, എന്റെ കൂടെ അഭിലാഷ് സാർ, ഞാൻ അഭിലാഷ് സാർ തന്നെ എടുക്കുകയാണ്. കാരണം കുറച്ചുകൂടി പവിത്ര സാർ എന്നെ കൊണ്ടുവന്നു. എന്റെ കുറെ സുഹൃത്തുക്കളും ബന്ധുക്കളും എന്റെ കൂടെ ജോയിൻ ചെയ്യുമ്പോൾ പവിത്ര സാറിനെ സംബന്ധിച്ചിട്ട് അവര് എന്റെ ഏറ്റവും അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളാണ്. പക്ഷെ പവിത്ര സാറിന്റെ ഏറ്റവും അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളല്ല. ഓക്കെ, അങ്ങനെയുള്ള ആളുകൾ വരും. പവിത്ര സാറിന് പരിചയമില്ലാത്ത കുറെ ആളുകൾ ഇപ്പൊ എന്റെ കൂടെ വന്നിട്ടുണ്ട്. ഇപ്പം വയനാട്ടിൽ നിന്ന് ഷിയാബ് സാർ, ഓക്കെ, ബാബുരാജ് സാർ, പുഷ്കർ സാർ, അങ്ങനെ എന്ത് ചെയ്യും, പല ഭാഗങ്ങളിലുള്ള അബ്ദുള്ള സാർ. അപ്പൊ ഇവരെ ഒന്നും എനിക്കറിയില്ലായിരുന്നു മുന്നേ. കണക്ഷൻ ചെയ്യപ്പെട്ടതാണ് അല്ലെ. പക്ഷെ ഇവരാണ് എന്റെ ബിസിനസ് ഇപ്പൊ ഡെവലപ്പ് ചെയ്യുന്നത്. എന്റെ ഹോട്ടലിലെ ആളുകളൊക്കെ പ്രൊഡക്റ്റ് വാങ്ങി കുറച്ച് സെയിൽസ് ഒക്കെ തന്നു അവരവരെ വഴിക്ക് പോയി. പക്ഷെ എ സ്ട്രേഞ്ചർ ക്യാൻ ചേഞ്ച് യുവർ ലൈഫ് എന്നാണ് MLM-ന്റെ ഒരു ആപ്തവാക്യം. അപ്പൊ നിങ്ങളുടെ കൂടെ വന്ന ആളുകളെ എന്ത് ചെയ്യണം, ഈ കോൾഡ് ലീഡ് സ്ട്രേഞ്ചേഴ്സ് ആയ ആളുകളെ നിങ്ങൾ എന്ത് ചെയ്യണം, KLT എന്ന് പറയുന്ന റൂളിന്റെ ഉള്ളിലേക്ക് കൊണ്ടുവരണം. KLT റൂൾ എന്ന് പറഞ്ഞാൽ നോ, ലൈക്ക് ആൻഡ് ട്രസ്റ്റ് എന്ന് പറയുന്നത്. സെയിൽസ് ക്ലോസ് ചെയ്യാൻ പറ്റുന്ന, റിക്രൂട്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള വഴി പരസ്പരം അറിയുക എന്നുള്ളതാണ്. നിങ്ങൾ സ്ട്രേഞ്ചർ ആയ ഒരാളാണെങ്കിൽ നിങ്ങൾ അവിടെ പോയിരുന്ന് സംസാരിച്ച് അവരെന്ത് ചെയ്യുക, നിങ്ങളെ കൂടെ ഒരു വൈബ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ആളാക്കി മാറ്റണം. നമ്മൾ ആര്, എന്റെ ആവശ്യമാണ് അവരെന്റെ കൂടെ വരുന്നത്. എന്നെ കൊണ്ടുപോയ ആളുടെ ആവശ്യമില്ല. അവരിൽ ഒരു ഇഷ്ടം ജനിപ്പിക്കണം, എന്നോട്, കമ്പനിയോട്, പ്രൊഡക്റ്റിനോട്. അതിനുശേഷം ഉണ്ടാവുന്ന 3ാമത്തെ കാര്യമാണ് ട്രസ്റ്റ്. പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ടാവും, ഞാനാണ് പവിത്ര സാറിനെ കൊണ്ട് എന്റെ ലീഡിന്റെ അടുത്ത് പോവാ, പക്ഷെ എന്നേക്കാൾ ഇഷ്ടവും വിശ്വാസം പവിത്ര സാറിനോടായിരിക്കും. എന്തുകൊണ്ടാ? അദ്ദേഹമാണ് അവിടെ സംസാരിച്ചത്. ക്ലിയർ ആണോ? ഈ 3 ലീഡും കറക്റ്റ് ആയിട്ട് നിങ്ങൾ ലിസ്റ്റ് എഴുതി പ്രിപ്പയർ ചെയ്തിട്ട് ഇറങ്ങുവാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് പ്രോസ്പെക്ട് ചെയ്യാൻ പറ്റും. പ്രോസ്പെക്ട് ചെയ്യാന്ന് പറയുന്നതാണെങ്കിൽ ഏറ്റവും വലിയ കാര്യം. MLM-ൽ പ്രോസ്പെക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഫൈൻഡ് ദ മാൻ വിത്ത് ദ പ്രോബ്ലം. അവർക്ക് ഒന്നുകിൽ ആരോഗ്യ പ്രശ്നം ഉണ്ടാവും, ഇല്ലെങ്കിൽ അവർക്ക് സാമ്പത്തിക പ്രശ്നം ഉണ്ടാവും. ഈ 2 പ്രശ്നമില്ലാത്ത ഒരാൾ പോലും, അംബാനി അദാനി അടങ്ങുന്ന കോടീശ്വരന്മാർ, ശതകോടീശ്വരന്മാർക്കും ഈ 2 കാര്യങ്ങളിൽ പ്രോബ്ലം ഉണ്ടാവും. അപ്പോ നിങ്ങളുടെ ലീഡിനെ നിങ്ങൾ പ്രോസ്പെക്ട് ചെയ്യണം. ഇതാണ് പ്രോസ്പെക്ട് ചെയ്യുന്നത്. ഇത് കേട്ടിട്ട് കൺഫ്യൂഷൻ ആണ്. ഈസിയാണ് സംഭവങ്ങൾ. പക്ഷെ നിങ്ങൾ ലൈവ് ആയിരിക്കണം ഈ ഒരു പ്രോസസ്സിൽ എന്ന് മാത്രമേ ഉള്ളൂ. ഒരുപാട് സ്വപ്നങ്ങൾ കാണുക. നമുക്കുള്ള സ്വപ്നങ്ങൾ നേടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പണിയെടുക്കുന്നത്. ഒരാൾക്കും നമ്മുടെ സ്വപ്നങ്ങൾ തകർക്കാൻ ആരെയും അനുവദിക്കരുത്.
ആ ആറ്റിറ്റ്യൂഡ് ആയിരിക്കും. ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞു പലരും നെഗറ്റീവ് ആയിരിക്കും, പക്ഷെ വിജയിക്കേണ്ടത് നമ്മുടെ മാത്രം ആവശ്യം. കൈ കെട്ടിയ ഈ ഒരു സുവർണ അവസരം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. സിമ്പിൾ ആയി ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക, നിങ്ങളുടെ അപ്ലൈൻ ലീഡറുടെ കൂടെ ഇരിക്കുക, നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക. ഹാർഡ് വർക്ക് ചെയ്യാതെ രക്ഷപ്പെടില്ല. എനിക്ക് തോന്നുന്നില്ല ഇതില് ഈ കാണുന്ന സൂമിലിരിക്കുന്ന ആളുകളൊക്കെ ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളുകളാണെന്ന്. എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല. ഞാൻ കുറ്റം പറഞ്ഞല്ല, പക്ഷെ ഹാർഡ് വർക്ക് ചെയ്തേ പറ്റൂ. കാരണം സമയം അത്രയേ നമ്മുടെ മുന്നിലുള്ളൂ. 2500 ദിവസം മാത്രമേ മുന്നിലുള്ളൂ. ഈ 2500 ദിവസത്തിന്റെ ഉള്ളിൽ നമ്മുടെ മക്കളെ കല്യാണം കഴിക്കാനുണ്ട്, നമുക്ക് വീട് വെക്കാനുണ്ട്, സ്ഥലം വാങ്ങാനുണ്ട്, ആഗ്രഹങ്ങളുണ്ട്. ദുബായ് പോകാനും മറ്റുള്ള മലേഷ്യ പോകാനും തായ്ലൻഡിൽ പോകാൻ ആഗ്രഹമുണ്ട് അല്ലെ? ഇതൊക്കെ നേടണമെങ്കിൽ പണം വേണം. നിങ്ങൾക്കൊരു ലക്ഷ്യമില്ലാത്തതാണ് നിങ്ങളുടെ പ്രശ്നം. ശിവകേര പറഞ്ഞതുപോലെ നിങ്ങളുടെ മുന്നിൽ ഒരു ലക്ഷ്യങ്ങൾ ഉണ്ടെങ്കിൽ തടസ്സങ്ങളൊന്നും നിങ്ങൾ കാണില്ല. ആ തരത്തിലേക്ക് മൈൻഡ് സെറ്റ് മാറ്റണം. ഇതൊക്കെ പറയുമ്പോൾ ഇവൻ രാവിലെ തള്ളുന്നതല്ല, ഇവൻ ഇത് ചെയ്യുന്നുണ്ടോ എന്നുള്ള ചോദ്യം വരും. അതുകൊണ്ടാണ് ഞാൻ എന്നെ തന്നെ ഉദാഹരണം പറയുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിത് ഏറ്റെടുത്തിട്ട് ഏകദേശം ഒരു കൊല്ലം ഉഴപ്പി കഴിച്ച മനുഷ്യനാണ്. കഴിഞ്ഞ വർഷം സെപ്റ്റംബർ മുതലാണ് ഞാൻ 100% ഈ ഒരു ബിസിനസ് ഏറ്റെടുത്തത്. അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ ലൈവായിട്ട് ഫീൽഡിലുണ്ട്. എനിക്ക് 5 പൈസ വരുമാനം കിട്ടാത്ത സമയത്തും ഞാൻ ഇൻസൈഡ് ആക്കി ഷൂവും കോട്ടും ഇട്ടിട്ട് DOP സെന്ററിലുണ്ട്, ക്ലാസ് എടുക്കാറുണ്ട്, ട്രെയിനിങ് കൊടുക്കാറുണ്ട്, എല്ലാം ചെയ്യാറുണ്ട്. അതേപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, വരുമാനം ഇല്ലെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു ഉളുപ്പുമില്ലാതെ ഈ ബിസിനസ് ഏറ്റെടുക്കണം. നാട്ടിൽ നിന്ന് നടക്കുമ്പോൾ ഇൻസൈഡ് ആക്കിയിട്ട് നടക്കാൻ വേണ്ടി സെറ്റ് ചെയ്യാൻ മനസ്സ്. പലരുടെയും പ്രശ്നം അതാണ്, ഡ്രസ് കോഡ്. എന്റെ കയ്യിലൊരു മഹത്തായ ബിസിനസ് ഓപ്പർച്യൂണിറ്റി കയ്യിലുണ്ടെന്ന് എനിക്ക് ബോധ്യമുള്ളത് കൊണ്ട് എനിക്ക് എങ്ങനെയും നടക്കാം അല്ലെ? എന്റെ നാട്ടിൽ ആരും കാണാറില്ല. നാട്ടിലൊരു കല്യാണ വീട്ടിലും മരണ വീട്ടിലും തന്നെ ഇപ്പൊ കാണാറില്ല. ഞാൻ എന്ത് ചെയ്തെന്ന് അറിയും? ഞാൻ സെപ്റ്റംബർ മാസം റീസൈൻ ചെയ്ത് തിരിച്ചു വന്നപ്പോൾ ഞാൻ മൈൻഡ് സെറ്റ് ഇട്ടു, കഴിഞ്ഞ 10 വർഷം ഞാൻ നാട്ടിലില്ല, ഒരു 3 വർഷം കൂടി ഞാൻ നാട്ടിലില്ലെങ്കിലും നാട്ടിലൊന്നും സംഭവിക്കില്ല അല്ലെ? ഞാനുണ്ടായിട്ടാണോ ഇത്രയും കാലം കാര്യങ്ങളോട് കാണുന്ന ഒരു പ്രശ്നമില്ല. കല്യാണവും സൽക്കാരവും മറ്റുള്ള പരിപാടികളൊക്കെ ഇഷ്ടം പോലെ, നാട്ടിൽ ഒരു മരണങ്ങളൊക്കെ ഇഷ്ടം പോലെ വരും. അത് നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാല് അത് അവിടെ പോയി ആഘോഷിക്കുന്നതിന് പകരം എന്ത് ചെയ്യുക, അവിടെ ഒരു ഗസ്റ്റ് ആയിട്ട് തിരിച്ചു പോകും. ഞാനിപ്പോ അത്ര ചെയ്യുന്നത്. എന്നെ കുറെ ആൾ കുറ്റം പറയുന്നുണ്ട്, കുറെ ആൾക്കാർ. പക്ഷെ എന്റെ ലൈഫിൽ എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. 5 വയസ്സില്ലാതെ ഗതികെട്ട് നിൽക്കുന്ന സമയത്ത് ഈ കുറ്റം പറഞ്ഞ ആളുകളൊന്നും നമ്മളെ കൂടെ ഉണ്ടായിരുന്നില്ല. അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവ വേണ്ടാത്ത പണിയെടുത്തതല്ലേ, വേണ്ടാത്ത പണിക്ക് പോയിട്ടില്ലേ എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തിയ ആളുകളാണ്. പൈസ സാറിന് തന്നെ അറിയാൻ പറ്റും ഒരുപാട് ആളുകൾ. ഞാൻ ഇവിടുന്ന് ഗൾഫിലേക്ക് പോയ സമയത്തും ഇവരിവിടുന്ന് നശിപ്പിച്ചിട്ടല്ലേ പോയത് എന്നുള്ള രീതിയിലുള്ള ചെറിയ ബിസിനസ് ഒക്കെ പൊട്ടിയ സമയത്ത് എനിക്ക് മാർബിൾ ഷോപ്പ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോ ആരും ഉണ്ടാവില്ല നിങ്ങളെ കൂടെ. ഞാൻ ലൈഫ് വെച്ചിട്ടാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. കാരണം നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു 3 വർഷം കൊണ്ടെങ്കിലും സെറ്റിൽ ആവണം. കോടികൾ വാങ്ങണമെന്ന് ഞാൻ പറഞ്ഞില്ല. നിങ്ങൾക്ക് എന്താണോ ആവശ്യം അത് നിങ്ങൾ ബയോട്ടോറിയത്തിൽ നിന്ന് വാങ്ങിയെടുക്കണം. അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം, വ്യക്തമായ രീതിയിൽ ഒരു ഗോൾ സെറ്റ് ചെയ്യുക. നിങ്ങളുടെ അപ്ലൈൻ ലീഡർ ആരാണോ അദ്ദേഹവുമായിട്ട് ഇരിക്കുക. അദ്ദേഹത്തിനോട് നിങ്ങൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള പരിഹാരം തരാൻ കൈപ്പബിൾ ആയിട്ടുള്ള കഴിവും കപ്പാസിറ്റിയുള്ള ലീഡേഴ്സ് ആണ് നമ്മുടെ കൂടെ ഇപ്പോൾ ഉള്ളത്. ആത്മാർത്ഥമായിട്ടുള്ള ആത്മാർത്ഥതയുടെ പ്രതിരൂപങ്ങളായ ലീഡറാണ് ഇന്നിപ്പം ബയോട്ടോറിയത്തിലുള്ളത്. നിങ്ങൾ അത് മനസ്സിലാക്കിയാൽ മതി. ഇവരെന്തായാലും നിങ്ങളെ കളഞ്ഞു പോകില്ല. എപ്പോഴും ഷായി സാർ ഇന്നലെ കഥ പറഞ്ഞ പോലെ നല്ലൊരു വെള്ളപ്പൊക്കം വന്ന സമയത്ത് ഒരു പാലം കടക്കാൻ വേണ്ടി അച്ഛനും മോളും പോകുമ്പോ എന്ത് പറയുന്നു, മോളോട് അച്ഛൻ പറയാണ്, മോളെ അച്ഛന്റെ കൈ പിടിച്ചോ എന്ന് പറഞ്ഞ് ആ പാലത്തിലേക്ക് അല്ലെ, വെള്ളം ഒഴുകുമ്പോ പാലളവ് അല്ലെ, ആ പാലം കടക്കുമ്പോ മോളോട് പറയാണ്, മോള് അച്ഛനെ കൈ പിടിച്ചോ. മോള് പറയുന്നുണ്ട്, ഞാൻ പിടിക്കുന്നില്ല അച്ഛൻ എന്റെ കൈ പിടിച്ചാൽ മതി. ഇൻ കേസ് ഞാൻ കൈവിട്ട് കഴിഞ്ഞാലും അച്ഛൻ എന്റെ കൈ വിട്ടില്ല എന്നുള്ള ഉറപ്പ് എനിക്കുണ്ട്. ആ രീതിയിലുള്ള ബന്ധം വെക്കണം. എന്തിന്? നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ അപ്ലൈനും ഡൗൺലൈനും തമ്മിൽ നിങ്ങൾ അപ്ലൈന് കൈ പിടിക്കുക. അപ്ലൈന് കൈ പിടിക്കാനല്ല, അപ്ലൈന് കൈ പിടിക്കാൻ വേണ്ടി നിങ്ങൾ നിന്നു കൊടുക്കുക. ആ കൈ ഒരിക്കലും പിടില്ല. നിങ്ങൾ ഏത് ദുരിതത്തിൽ നിന്നും അവർ നിങ്ങളെ കൂടെ ഉണ്ടാവും. അപ്പൊ എന്ത് ചെയ്യുക, അപ്ലൈനെ വിശ്വസിക്കുക, അപ്ലൈൻ പറയുന്ന കാര്യങ്ങൾ ചെയ്യുക, അപ്ലൈന്റെ കൂടെ ഉണ്ടാവുക എന്നുള്ളതാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ സ്റ്റാർട്ടിങ്ങിലുള്ള നിങ്ങൾ ചെയ്യേണ്ടത്. ഇതാണ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യേണ്ടത്. മേക്ക് ദ റെസ്റ്റ് ഓഫ് യുവർ ലൈഫ് ദ ബെസ്റ്റ് ഓഫ് യുവർ ലൈഫ്. നിങ്ങളുടെ ബാക്കിയുള്ള ജീവിതം നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും ബെസ്റ്റ് ആക്കി മാറ്റാൻ വേണ്ടി നിങ്ങൾക്ക് കഴിയണം. അവിടെയാണ് നമ്മുടെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും എല്ലാ ബ്ലെസ്സിങ്സും നേർന്നുകൊണ്ട് തൽക്കാലം നിർത്തുകയാണ്. എന്തെങ്കിലും ഗുണം നിങ്ങൾക്ക് ഇതിലൂടെ കിട്ടിക്കാണുമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ എന്നോട് കുറച്ച് മാസങ്ങളായിട്ട് എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് നിങ്ങളോട് ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് എല്ലാ ദിവസവും നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ എണീറ്റ് നമ്മൾ പണിക്ക് പോകും. സിമ്പിളാണ്. കാരണം ഇത് എന്റെ ആവശ്യമാണ്. അതുകൊണ്ട് ഇത് നിങ്ങളുടെ ആവശ്യമായി നിങ്ങൾ ഏറ്റെടുക്കുക.
ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഒരുപാട് വിജയങ്ങളിലേക്ക് പോകാൻ പറ്റും. വിഷ് യു ഓൾ ബെസ്റ്റ്. വളരെ നന്ദി. ശരിക്കും പറഞ്ഞാല് ഇത് മനസ്സിലാക്കാൻ സാധിക്കുന്നവർക്ക് ഈ ഒരു ഡയറക്ട് മാർക്കറ്റിംഗിൽ അല്ലെങ്കിൽ മൾട്ടി ലെവൽ മാർക്കറ്റിംഗിൽ വിജയിക്കാൻ സാധിക്കും, യാതൊരു സംശയമില്ല. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇത് ഒരു ജീവിതത്തിലെ നേരിട്ട അനുഭവങ്ങളാണ് ഇന്ന് പങ്കുവെച്ചത്. ഒരുപാട് സ്ലൈഡുകൾ സ്വന്തം സെറ്റ് ചെയ്ത് അത് പലർക്കുമുള്ള പോരായ്മകൾ ടീം സെറ്റ് ചെയ്യാൻ കഴിയുന്നില്ല, എന്തുകൊണ്ട് പറ്റുന്നില്ല, അതാണ് ഇന്ന് മിനി സാർ ഇവിടെ സംസാരിച്ചത്. നമ്മളൊരു മാറ്റത്തിന് തയ്യാറാവണം. ഇതുവരെ ജീവിച്ചു വന്ന രീതിയിൽ നിന്നൊരു മാറ്റം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ഇല്ലെങ്കിൽ എല്ലാവരും ചെയ്തതുപോലെ മൾട്ടി ലെവൽ മാർക്കറ്റിന് ഞാനും പോയിരുന്നു, അത് എനിക്ക് പറ്റിയതല്ല. പലരും ചിന്തിക്കുന്നത് അങ്ങനെയാണ്, എനിക്കിത് പറ്റുമോ എന്നുള്ള ചിന്ത മനസ്സിലുണ്ട്. ഞാനൊരു ചെറിയൊരു ഉദാഹരണം പറയാം. നമ്മളെ മനോജ് സാർ ഈ ഒരു പ്രൊജക്ട് കിട്ടിയപ്പോ അദ്ദേഹം അത് ഏറ്റെടുത്ത് അതിൽ വിജയിക്കാൻ സാധിക്കുമെന്നൊരു ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു. ഇന്ന് മനോജ് സാറ് വളരെ സൂമിലൊക്കെ വലിയ പെർഫോമൻസ് ചെയ്യുന്നുണ്ട്. മനോജ് സാറിനും വലിയ സൂം ചെയ്ത ആളുകളെ ഒന്നും ആയിരുന്നില്ല. മനോജ് സാറിന്റെ ആദ്യ ഘട്ടങ്ങളിലെ സൂമിലൊന്നും ഇത്ര പോലും സംസാരിക്കുന്ന ഒരാളായിരുന്നു. ഈ ഒരു പ്ലാറ്റ്ഫോമില് ആദ്യമായിട്ട് 6 AM ആരംഭിച്ചപ്പോ വളരെ കുറഞ്ഞ ആൾക്കാരായിരുന്നു. ഒരു 10 ആൾക്കാരാവാത്തത് കൊണ്ട് നിർത്തി വെക്കാൻ തീരുമാനിച്ച് പല ഘട്ടങ്ങളുണ്ടായിരുന്നു. അതിലൊക്കെ മനോജ് സാർ ഇത്രയൊന്നും സംസാരിക്കുന്ന ആളെ ആയിരുന്നില്ല. അതുപോലെ നിങ്ങളും നമ്മൾ സംസാരിച്ചുകൊണ്ട് നമ്മുടെ സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്ത് നമുക്ക് മുന്നോട്ട് വരാൻ സാധിക്കും. എങ്ങനെയാണ് ഓരോ ദിവസവും അദ്ദേഹം സംസാരിച്ചു കാര്യങ്ങള് ഒരു മെയ്വഴക്കത്തോടെ വന്നു. അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മുടെ സ്കില്ലുകൾ വർദ്ധിപ്പിക്കുക എന്നുള്ളത് മിനി സാർ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ട് നമുക്കുള്ള പോരായ്മകൾ എന്താണ് അത് പരിഹരിക്കാനുള്ള ഒരു ക്ലാസ് ആണ് ഇന്ന് നടന്നത്. വളരെ വ്യക്തമായിട്ട് ഓരോരുത്തർക്കും മനസ്സിലാവുന്ന രീതിയിൽ നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് വരിക. പലരും ഈ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് വിട്ടുപോകാനുള്ള ഒരു കാരണം, ഒരു പ്രതിസന്ധി വരുമ്പോൾ പിടിച്ചു നിൽക്കാൻ ആർക്കും സാധിക്കില്ല. ഒരു പ്രതിസന്ധികളുടെ ഒരു ഘോഷയാത്രയായിരിക്കും തുടക്കകാലങ്ങളിൽ, യാതൊരു സംശയവുമില്ല. സാമ്പത്തികമായി പരാധീനത ഉണ്ടാവും, കുടുംബത്തിൽ നിന്നുള്ള എതിർപ്പുകൾ ഉണ്ടാവും, നാട്ടിൽ നിന്ന് എതിർപ്പുകൾ ഉണ്ടാവും. അതിൽ ഇത്തരം കാര്യങ്ങളൊക്കെ തരണം ചെയ്തുകൊണ്ട് നമ്മുടെ സ്കില്ലുകൾ ഓരോരുത്തരുമായിട്ട് വർദ്ധിപ്പിക്കാൻ, എന്താണ് പോരായ്മകൾ അതൊക്കെ പരിഹരിക്കാനുള്ള ഒരു തന്റെ ഇടം നമ്മൾ കാണിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ ലീഡേഴ്സ് നമ്മളെ കൂടെ വരും. ഞാൻ നേരത്തെ രാവിലെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്ക് ചെറിയ ചെറിയ സെയിലുകൾ ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പമായിരിക്കും. നമ്മുടെ ബന്ധങ്ങൾ, നമ്മുടെ ചുറ്റുപാടുകളൊക്കെ ഇറങ്ങി നമുക്ക് ആ സെയിൽ ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കും. പക്ഷേ ഒരു ടീമിനെ ബിൽഡ് ചെയ്യണമെങ്കിൽ നമ്മളെ കൂടെ ആള് വരണമെങ്കിൽ നമുക്കൊരു മാറ്റം ഉണ്ടാകണം. നമ്മുടെ ഡ്രസ് കോഡിൽ മാറ്റം വേണം. നമുക്കൊരു വിഷൻ ഉണ്ട്. നമ്മളെ കാണുമ്പോൾ മറ്റുള്ളവർക്ക് തോന്നണം ഇയാൾക്കൊരു ആവശ്യമുണ്ട്, പർപ്പസ് ഉണ്ട്, ഇവരെ കൂടെ നമ്മൾ വന്നു കഴിഞ്ഞാൽ നമുക്കും വിജയിക്കാൻ സാധിക്കും. ആ ഒരു എനർജി നമ്മൾ എന്തൊക്കെ ചെയ്യാൻ നമുക്ക് സാധിക്കുമോ, നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം അതൊക്കെ ചെയ്തുകൊണ്ട് നമ്മൾ ആ ഒരു സ്കില്ല് വർദ്ധിപ്പിക്കാനുള്ള ഒരു മാറ്റത്തിന് തയ്യാറായാൽ എല്ലാവരെയും പോലെ ഈ മൾട്ടി ലെവൽ മാർക്കറ്റിംഗിൽ വിജയിച്ച ആളുകളെ പോലെ നമ്മുടെ ജീവിതത്തിൽ അഭിലാഷങ്ങളും സ്വപ്നങ്ങളൊക്കെ പൂവണിക്കാൻ നമുക്ക് സാധിക്കും. അതിലൊരു വിശ്വാസം നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. നമ്മളെ മിനി സാർ പറഞ്ഞു, പലപ്പോഴും പലരുടെയും ഒരു പോരായ്മയാണ് പ്രോക്രാസ്റ്റിനേഷൻ, നീട്ടിവെക്കുക എന്നുള്ള ഒരു പ്രവണത. അത് എല്ലാവരുടെയും, എനിക്കുണ്ട്, മിനി സാറുണ്ട്, എല്ലാവർക്കും ഉണ്ട്. പക്ഷെ അതിൽ നിന്നൊരു മാറ്റം വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാൻ, പെട്ടെന്ന് വിളിക്കേണ്ടവരെ വിളിക്കാൻ, പോകേണ്ട സ്ഥലത്ത് നമ്മളെ മനസ്സിൽ ഒരാളെ രൂപപ്പെട്ടു വരുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് അവരെ കോണ്ടാക്ട് ചെയ്യാനുള്ള ഒരു മനസ്സ്, ആ ഒരു മാനസികാവസ്ഥയിൽ നമ്മൾ വളരുക എന്നുള്ളതാണ്. നമ്മുടെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇന്ന് ഈ ബയോട്ടോറിയം എന്ന കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മൂല്യമുള്ള ആൾക്കാരുമാണ് ഇന്ന് ഈ ഒരു ലീഡേഴ്സ് ആയിട്ടുള്ളത്. പലരെയും പെരുവഴിയിലാക്കിയിട്ട് ഇറങ്ങിപ്പോയിട്ടുണ്ട്. പക്ഷെ ഇന്നുള്ള ലീഡേഴ്സ് ഈ ബയോട്ടോറിയത്തിന് ഏതെങ്കിലും ഒരു തലത്തിൽ എത്തിച്ചിട്ട് അടങ്ങുമെന്ന വലിയ ആവേശത്തിലാണ്. അവരുടെ കൂടെ ആണ് നിങ്ങൾ ഉള്ളത് എന്ന ഉറച്ച വിശ്വാസം ലീഡേഴ്സിന്. ചിലപ്പോൾ നമ്മളെ കൊണ്ടുവന്ന ആള് ഈ ഒരു ടീമില് ഈ ബയോട്ടോറിയം സിസ്റ്റത്തിലുണ്ടാവും. പക്ഷെ അതിന്റെ മുകളില് ടീമിനെ നയിച്ചു കൊണ്ടുവന്ന ഒരു ലീഡർ ഉണ്ട്. അവര് പറയുന്ന കാര്യങ്ങൾ കൃത്യമായി ചെയ്തുകൊണ്ട്
ഫോളോ ചെയ്തുകൊണ്ട് അവരെന്തൊക്കെയാണ് ചെയ്യുന്നത്. BOP സെന്ററുകളിൽ നമ്മൾ നിരന്തരം പങ്കെടുക്കണം. NDOP ഇപ്പോ ചൊവ്വാഴ്ച കണ്ണൂർ നടക്കുന്ന NDOPകൾ പങ്കെടുത്തുകൊണ്ട് NDOP എന്ന് പറയുന്നത് നമുക്ക് പഠിച്ചെടുക്കാം. മിനി സാർ നേരത്തെ സൂചിപ്പിച്ചൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾക്ക് ഒരു വരുമാനം ഇല്ലെങ്കിലും നമ്മൾ ഈ ഒരു സിസ്റ്റത്തിൽ വിജയിക്കുമെന്നുള്ള ഒരു ആത്മവിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കുന്ന ഒരു സിസ്റ്റമാണ് ഈ ബയോട്ടോറിയം എന്ന കമ്പനി. ഈ ഒരു കമ്പനിയെ പറ്റി പറയാതെ 2 പ്രാവശ്യം കമ്പനി സന്ദർശിക്കാനും നമ്മുടെ MD ഒക്കെ കാണുമ്പോണ്ടല്ലോ അതൊരു വേറെ തലത്തിലാണ്. MD എന്ന് പറയുമ്പോൾ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ പ്രിയപ്പെട്ട ഒരുപാട് ലീഡേഴ്സ് വിട്ടുപോകാനുള്ള ഒരു കാരണം അവര് വിട്ടുപോകുന്ന സമയത്ത് ഞങ്ങൾ ആ ഓഫീസിലുണ്ടായിരുന്നു. അവര് ആവശ്യപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ബോട്ടം ലെവലില് സാധാരണ വർക്ക് ചെയ്യുന്ന ആൾക്കാരെക്കാളും വരുമാനം ലീഡേഴ്സിന് വേണം. ഇന്ന് മൾട്ടി ലെവൽ മാർക്കറ്റിൽ ഏറ്റവും ബോട്ടം ലെവല് സാധാരണക്കാരന് വരുമാനം കൊടുക്കുന്ന ഏറ്റവും സ്യൂട്ടായിട്ടുള്ള ഒരു ഇൻകം പ്ലാൻ ഉള്ള ഒരു കമ്പനിയിലാണ്. ഏതൊരു സാധാരണക്കാരനും അവന് പോയി സെയിൽ എടുത്തു കഴിഞ്ഞാൽ അവന് വരുമാനം കിട്ടും. പക്ഷെ നിങ്ങൾ പല നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ലീഡേഴ്സ് മാത്രമാണ് എന്നും പണക്കാരനായിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു പ്ലാറ്റ്ഫോമില് സാധാരണ ആൾക്കാർക്ക് വരുമാനം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റൂ എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് പലരും വിട്ടുപോയത്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളെ സ്നേഹിക്കുന്ന, നിങ്ങളോടൊപ്പം നിൽക്കുന്ന, നിങ്ങളെ മാറോട് ചേർത്ത് മുന്നോട്ട് പോകുന്ന ഒരു പറ്റം ലീഡേഴ്സ് ഉള്ള ഒരു ഗ്രൂപ്പിന്റെ കൂടെയാണ് നിങ്ങളെന്ന ഉറച്ച വിശ്വാസം നമ്മുടെ ഗ്രേറ്റ് ലീഡർ മനോജ് സാർ ഏറ്റവും യാതൊരു അഹംഭാവം അദ്ദേഹത്തിനില്ല. അദ്ദേഹം ഏതൊരു 1-to-1 വിളിച്ചാലും അദ്ദേഹം വരും. സാറേ എന്നെ കൂടെ ഒന്ന് വരണം എന്ന് പറഞ്ഞാൽ വരാൻ തയ്യാറില്ല. ഇപ്പൊ സമയപരിമിതി ഉള്ളതുകൊണ്ട് 1-to-1 നിങ്ങൾ ദൈവത്തിന് വിളിക്കരുത്. പക്ഷെ നമ്മൾ യാതൊരു മടിയില്ല, ഒരാളെ കാണാനോ 2 ആളെ കാണാനോ യാതൊരു മടിയില്ല. ആ ഒരു ലീഡറിന്റെ ചുവട്ടിൽ KBC അണ്ടറിലാണ് നിങ്ങളുള്ള ഉറച്ച വിശ്വാസത്തോട് എല്ലാ സെന്ററുകളും BOP സെന്ററുകളും നിങ്ങളുടെ ഒരു സാന്നിധ്യം ഉണ്ടാവണം. ആ ഒരു സാന്നിധ്യമാണ് ഈ ബയോട്ടൊരു 2-3 വർഷം കൊണ്ട് നിങ്ങളൊരു നല്ല ലക്ഷ്യത്തിലേക്ക്, കോടികളൊന്നും കിട്ടുമെന്ന് ഞാൻ ഇപ്പം പറയുന്നില്ല, പക്ഷെ കോടികൾ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ഈ ബയോട്ടോറിയം എന്ന കമ്പനിയിൽ ഒരുപാട് പ്രൊഡക്റ്റുകൾ ഇനി വരാൻ പോവുകയാണ്. ഒരുപാട് പൈപ്പ് ലൈനിലാണ്. ആ പ്രൊഡക്റ്റുകളൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മൾക്ക് നല്ല രീതിയിൽ ബിസിനസ് ചെയ്യാൻ സാധിക്കുമെന്നൊരു വിശ്വാസം നിങ്ങളിൽ ഉണ്ടാവണം. അതുകൊണ്ട് ഈ ഒരു വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണ് പലരും വിട്ടുപോകുന്നത്. ഈ ഒരു കമ്പനി നമ്മുടെ ഫ്ലിപ്കാർട്ട് പോലെ ആമസോൺ പോലെ ബാക്ക് എൻഡിൽ ഒരു വലിയൊരു സെയിൽസ് മേഖല തന്നെ തുറക്കുന്ന ഒരു കമ്പനിയാണെന്ന് ഉറച്ച വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടാവണം. പിന്നെ ഈ ഒരു പ്രോഗ്രാം ക്ലോസ് ചെയ്യേണ്ട നമ്മുടെ ഗ്രേറ്റ് ലീഡർ മനോജ് സാർ ഈ യാത്രയിലായതുകൊണ്ടാണ് ഇന്നത്തെ ഈ ഒരു സൂം പ്രോഗ്രാമിൽ വളരെ ഭംഗിയായിട്ട് നമ്മളോട് കാര്യങ്ങൾ സംസാരിച്ച മിനി സാറിന് വലിയൊരു നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ഇന്ന് വളരെ വ്യക്തമായിട്ട് ഇത് കേൾക്കുകയും അത് നോട്ട് ചെയ്ത് വെച്ച് ജീവിതത്തിൽ പകർത്തി ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വലിയ വിജയങ്ങൾ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെന്ന ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. നിങ്ങൾക്കും ആ വിശ്വാസം ഉണ്ടാക്കിയെടുക്കുക. നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വിജയങ്ങൾ ഉണ്ടാക്കാൻ ഇന്ന് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് കേട്ട ആൾക്കാർക്ക് സാധിക്കും. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ജീവിതത്തിൽ വലിയ വിജയങ്ങൾ ഉണ്ടാക്കാൻ നിങ്ങൾ സാധിക്കട്ടെ. ഈ ബയോട്ടോറിയം ഒരു നെഞ്ചോട് ചേർത്ത ഒരു ആൾക്കാരാണ് നിങ്ങൾ. അവരെ എല്ലാവരെയും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് ജയ് ഈ ബയോട്ടോറിയം ഇന്നത്തെ ഈ ഒരു സെക്ഷൻ വൈൻഡപ്പ് ചെയ്തതായി അറിയിക്കുന്നു.